ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉപാസകാനാം യദുപാസനീയം ഉപാത്തവാസം വടശാഖിമൂലേ തദ്ധാമ ദാക്ഷിണ്യജുഷാ സ്വമൂർത്യാം ജാഗർത്തു ചിത്തേ മമ ബോധരൂപം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം. സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. ജന്മാദ്യസ്യ യതോऽന്വയാതിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാം. തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം. യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാഥായ കാരുണ്യതഃ. തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്झितകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം. വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ ഈശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിस्तक्षणात्. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം. ആലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുതം ശരണ്യം. ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം.
യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർ മഹാഗണപതിയുടെ ഈ ദിവ്യ സന്നിധിയിൽ പരമഭാഗവതനായ ഭാഗവതഹംസം മള്ളിയൂർ തിരുമേനിയുടെ പരിപാവനമായ സ്മരണയിൽ നടന്നു വരുന്ന, അനേക വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ഭാഗവത സത്രം. അനേകം ഭാഗവതന്മാർ, സാധുക്കൾ, ഭക്തന്മാർ കൂടിച്ചേർന്ന് ഭഗവത് കഥ അനുഭവിക്കുന്ന ഒരു അലൗകികമായ ഒരു സന്നിവേശം. ഇന്നിപ്പോൾ കുറേ ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു. നിങ്ങളൊക്കെ ധാരാളം ഭഗവത് കഥയും കേട്ടിരിക്കും. കഥാശ്രവണം ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ സമാധിക്ക് ഒരു പേരാണ് ഭക്തി. ഭക്തിയിൽ അനേക ഭാവങ്ങളുണ്ടല്ലോ. ദാസ്യഭാവം, സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം, ശാന്തഭാവം. ഇതൊക്കെ തന്നെ അലൗകികമായ അനുഭൂതിയുടെ പലവിധ കലകളാണ്. കല എന്ന് വെച്ചാൽ ഓരോരോ കിരണം പോലെ. ചിലരിൽ ഭക്തിയുടെ ചില ഭാവത്തിന് പ്രാധാന്യം ഉണ്ടാവും. ഇപ്പോൾ ഗോപികകൾക്ക് മാധുര്യഭാവം, ഹനുമാന് ദാസ്യഭാവം, അർജുനന് സഖ്യഭാവം. ഇങ്ങനെ ഭാവത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊക്കെ സമാധി അനുഭവമാണ്, അലൗകികാനുഭവമാണ്. അതേപോലെ കഥാശ്രവണ ഭക്തി. നാരദൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു, ഭക്തിയുടെ ഒരു സ്വഭാവമാണ് കഥാദിഷു അനുരാഗ. ഭഗവത് കഥാശ്രവണത്തിൽ ഒരു അനുരാഗം തന്നെ ഭക്തിയാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ കഥ കേൾക്കുമ്പോൾ തന്നെ സമാധി അനുഭവം, ഭാവ അനുഭവം, ഭഗവത് അനുഭവ രസം ഹൃദയത്തിൽ ഉണ്ടാവും. ചില മഹാപുരുഷന്മാരുണ്ട്, അവർ പ്രഭാഷണമൊന്നും ചെയ്യില്ല, പക്ഷേ ആര് കഥ പറഞ്ഞാലും ഇരുന്ന് കേൾക്കും. പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ കർത്തൃത്വമൊക്കെ വരും, ഞാൻ പറയണമെന്നൊക്കെ വരും, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അതൊന്നുമില്ലല്ലോ. അപ്പം കേൾക്കുന്നത് ഒരു നല്ല സുഖസ്വരൂപമായ സമാധിഭാവമാണ്. പരീക്ഷിത്ത് ഭാഗവത ശ്രവണം ചെയ്തുകൊണ്ട് തന്നെ പരീക്ഷിത്ത് പറഞ്ഞു, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കണില്ല, പക്ഷെ എനിക്കൊന്നും അറിയണില്ല എന്ന്. പിബന്തം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം നൈഷാതി ദുസ്സഹ ക്ഷുണ്മാം ത്യക്തോദമപി ബാധതെ. പിബന്തം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം
ത്യക്തോദമപി, വെള്ളം പോലും വിട്ടിട്ടാ ഇരിക്കണം, വെള്ളം കുടിക്കണില്ല എന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കണില്ല. എങ്കിലും വിശപ്പും അറിയാൻ വയ്യ, ദാഹവും അറിയാൻ വയ്യ, കുടിച്ചുകൊണ്ടേ ഇരിക്കണ്ടല്ലോ. എന്താ കുടിക്കണത്? പിബന്ധം ത്വൻ മുഖാംഭോജച്യുതം ഹരികഥാമൃതം. ശ്രീ ശുകബ്രഹ്മ മഹർഷിയുടെ മുഖത്തിൽ നിന്നും ഹരികഥാമൃതം കുടിക്കുന്നു. നമ്മളോട് അതുകൊണ്ടാണ് പറയണത്, പിബത ഭാഗവതം പിബത ഭാഗവതം മുഹുരഹോ പിബത രസികാഹ പിബത ഭാവുകാഹ പിബത ഭുവി പിബത. ഇവിടെ ലോകത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരവരുടെ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് തന്നെ ഭുഞ്ചാനയേവ ആത്മകൃതം വിപാകം, അതിൻ്റെ നടുക്കിരുന്നു കൊണ്ട് ഭഗവത് കഥാ രസം പിബത 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 കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഭഗവത് ഭക്തിയുടെ രസം അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. നാരായണ ഭട്ടതിരി പറഞ്ഞു, എനിക്ക് ഭക്തിയിൽ രസം അധികമാണെന്ന്. എല്ലാ സാധനങ്ങളും വിശേഷമാണ്, ശ്രേയോമാർഗമാണ്, പക്ഷെ ഭക്തിയിലാണ് അധികം പക്ഷപാതമെന്ന്. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി ജന്മകർമാണി ഭൂയഃ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ഹാസഃ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ ഐ കുരു കരുണാം ലോകബാഹ്യശ്രേയം. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി. എത്രയോ മാർഗങ്ങളുണ്ടല്ലോ, എത്രയോ വഴികളുണ്ട് അല്ലേ? യോഗമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്. ജ്ഞാനം മാർഗമെന്ന് നമ്മൾ പറയുമെങ്കിലും ജ്ഞാനം മാർഗമല്ല, ജ്ഞാനം ഫലമാണ്. എങ്കിലും ജ്ഞാനവും ഒരു മാർഗമായിട്ട് ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ, ശ്രവണം മനനം നിധിധ്യാസനം എന്നൊരു വഴിയുണ്ട്. അങ്ങനെയുള്ള പല വഴികളിൽ എനിക്ക് ഭക്തിയോടല്പം പക്ഷപാതമാണ്. അധിക ബഹുമതി എങ്ങനെയുള്ള ഭക്തിയാ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ജന്മകർമാണി ഭൂയഃ ഗായൻ, ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ പാടി, കീർത്തനങ്ങളൊക്കെ തന്നെ അത് തന്നെയാണ്, പാടി സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസത്തെ. നിരന്തരം കീർത്തിച്ചുകൊണ്ടും പാടിക്കൊണ്ടും രസിച്ചുകൊണ്ടും ഭഗവത് കഥാശ്രവണം ചെയ്തുകൊണ്ട് ലോകം മറന്ന്, ശരീരത്തിനെ മറന്ന്, ക്വചിത് ദ്രുതതി വൈകുണ്ഠ ചിന്താശബളചേതനഃ ക്വചിത് ഹസതി തച്ഛിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത് നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വചിത് തദ്ഭാവനായുക്തഃ തന്മയോനുചകാരഃ. പ്രഹ്ലാദനെ പറയാണ്, അങ്ങനെ ആ ഭാവനയിൽ ചിലപ്പോൾ ചിരിക്കുന്നു, കരയുന്നു. ഇതൊക്കെ ഭാവാവേശമാണ്, ഭക്തിയുടെ പല പല ഭാവങ്ങളാണ്. ഇത്തരത്തിലുള്ള ഭക്തിയിലാണ് ഉന്മാദീവ് എന്നുവെച്ചാൽ ലോകത്തിലുള്ള ആളുകൾ കണ്ടിട്ട് പറയണം ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് പറയണം. അപ്പോഴാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഇയാൾ വലിയ ഭക്തനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും നമസ്കരിക്കുമ്പോൾ നമുക്കെന്തോ കുറവുണ്ടെന്ന് തോന്നും. ഇവർക്ക് ഇദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ലാട്ടോ എന്ന് പറയുമ്പോഴാണ് രക്ഷപ്പെട്ടു, ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തി എന്ന് വെച്ചാൽ ഭക്തി ശരീരപ്രജ്ഞയില്ലാത്ത ഭക്തി, ആത്മാനുഭവ രസത്തിൽ മുങ്ങിയിരിക്കുന്ന ഭക്തി, അമൃതനിഷ്യന്തിനിയായ ഭക്തി. അത്തരത്തിലുള്ള ഭക്തിയിലാണ് എനിക്ക് താല്പര്യം, രുചി എന്ന് ഭട്ടതിരി പറയണു. അപ്പോൾ കഥാശ്രവണം അത്തരത്തിലൊരു ഭക്തിയാണ്.
കഥ പറയുന്നത് അത്തരത്തിലൊരു ഭക്തിയാണ്. കഥാശ്രവണമത്ത്. കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കഥകൾ പറയുമല്ലോ അല്ലേ? അപ്പം കഥകൾ, സ്റ്റോറി, ചരിത്രം, അതുമാത്രമല്ല കഥ. കഥ എന്ന് പറഞ്ഞാൽ മഹാപുരുഷന്മാർ ഹൃദയത്തിൽ അനുഭവിച്ചിട്ട്, അനുഭൂതിമാന്മാർ എന്തു പറഞ്ഞാലും കഥയാണത്. മഹത്തമ അന്തർഹൃദയാത് മുഖച്യുതോ വിധത്സ്വ കർണായുതമേഷമേ വരഹ. പൃഥു മഹാരാജാവ് പറഞ്ഞു, മഹാപുരുഷന്മാർ, പരമഭാഗവതന്മാരായിട്ടുള്ളവർ, ജീവൻ മുക്തന്മാർ, അവർ ഹൃദയത്തിലെ സമാധിസ്ഥിതിയിൽ അനുഭവിച്ചു വായിൽ വരണോ അവർക്ക്. മഹത്തമ അന്തർഹൃദയാത് മുഖച്യുത. അന്തർഹൃദയത്തിൽ അനുഭവിക്കുന്നത് മുഖത്തിലൂടെ പുറത്തു വരണം. അങ്ങനെ വരുമ്പോൾ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന 4 പദങ്ങളും 4 തലങ്ങളും തൊട്ട് ആ വാക്ക് പുറത്തു വരും. ചത്വാരി വാക് പരിമിതാ പദാനി താനി വിദുഹു ബ്രാഹ്മണാഹ ഏ മനീഷിണാഹ. വേദം പറഞ്ഞു, ജ്ഞാനികൾക്ക് മാത്രമേ ഈ 4 പാദവും 4 തലങ്ങളും അറിയുള്ളൂ എന്നാണ് വാക്കിൻ്റെ. അതുകൊണ്ടാണ് അറിവുള്ളവരെ വാഗ്വിദാംവരഹ എന്ന് പറഞ്ഞു. വാക്കിനെ അറിഞ്ഞവൻ, ശബ്ദത്തിനെ അറിഞ്ഞവൻ, അതിൻ്റെ ശബ്ദം എവിടുന്ന് പുറപ്പെടുന്നുവോ ആ മൂലസ്ഥാനത്തിനെ സ്പർശിച്ചവൻ എന്ന് വെച്ചാൽ ആത്മാനുഭവം സമ്പാദിച്ച് പരമഹംസനായ ശുകബ്രഹ്മ മഹർഷിയാണല്ലോ ഇവിടെ കഥ പറയണത്. സർവഭൂതഹൃദയം മുനിമാനതോസ്മി എന്നാണല്ലോ സൂതൻ പറയണത് അല്ലേ? സർവഭൂതഹൃദയനാണ് ശുകബ്രഹ്മ മഹർഷി. ജീവൻ മുക്തനാണ്, പരമഹംസനാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിന് പരമഹംസ സംഹിത എന്ന് പേര്. ഓരോരോ അധ്യായം കഴിയുമ്പോഴും പരമഹംസ സംഹിത എന്ന് പേര്. അങ്ങനെയുള്ള മഹാപുരുഷന്മാർ പറയുമ്പോൾ, അവരുടെ അനുഭൂതി പറയുമ്പോൾ, അത് കേൾക്കാൻ എനിക്കൊരു 10,000 ചെവി തരൂ എന്ന് പറഞ്ഞു പൃഥു മഹാരാജാവ്. എന്നുവെച്ചാൽ അത്ര ശ്രദ്ധയോടെ, ഭക്തിയോടെ, ആനന്ദത്തോടെ ശ്രവണം സാധിക്കണം എന്നർത്ഥം. ശ്രവണം എന്നുള്ളത് ഏറ്റവും സൂക്ഷ്മമായ ഇന്ദ്രിയ വ്യാപാരമാണ്. മണത്ത് നോക്കുക ഉണ്ടല്ലോ, ഇപ്പോൾ നായ, പൂച്ച ഒക്കെ നോക്കും, മണത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ മണത്ത് കണ്ടുപിടിക്കും. അവർക്ക് ഗന്ധം ആണ്. എന്താണെന്ന് വെച്ചാൽ പൃഥിവി ഏറ്റവും സ്ഥൂലമാണ്. അതുകൊണ്ട് അവരിൽ മണം, മനുഷ്യർക്ക് അത്ര കണ്ടൊന്നും നമുക്ക് മണത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. മള്ളിയൂർക്ക് വഴി മണത്ത് കണ്ടുപിടിച്ച് വരാൻ നമുക്ക് പറ്റില്ല. ചിലരുണ്ട് എന്തെടുത്താലും മണത്ത് നോക്കിയിട്ടേ തിന്നുള്ളൂ. അത് എന്തെങ്കിലും പൂർവ്വ പഴക്കമായിരിക്കാം, ആസന. അപ്പോൾ ഈ മണക്കുക എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് നമ്മളെക്കാളും ശക്തി കൂടും അല്ലേ? അത് അതേപോലെ ഏറ്റവും സൂക്ഷ്മമാണ് ഈ ശബ്ദം, ഈ ശ്രവണം. ശ്രോതവ്യ ശുശ്രൂഷു. ഭക്തന് ഭാഗവതം പറഞ്ഞൊരു ലക്ഷണം ശുശ്രൂഷു എന്നാണ്. ശ്രോതും ഇച്ഛുഹു, കേൾക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ആൾ. അങ്ങനെയുള്ള ആൾക്ക് ഈ ഭഗവാൻ അപ്പോൾ തന്നെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നു. ശുശ്രൂഷുഭിഹി തക്ഷണാത്. ഉപനിഷത്ത് പറഞ്ഞു കേൾക്കണം, പിന്നെ മനനം ചെയ്യണം, പിന്നെ നിധിധ്യാസനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ആത്മസാക്ഷാത്കാരത്തിന്. ഭാഗവതം പറഞ്ഞു നിങ്ങൾ മനനവും നിധിധ്യാസനവും ഒന്നും വേണ്ട, കേട്ടാൽ മതി. ആ ക്ഷണത്തിൽ സദ്യോഹൃതി അവരുദ്ധ്യത്തെ. ഇതെന്ത് പ്രമാണമാണ് എന്ന് വെച്ചാൽ അതാണ് വാസ്തവം. ശങ്കരാചാര്യരും മറ്റുമൊക്കെ പല സ്ഥലത്തും ഭാഷ്യത്തിലൊക്കെ പറയണു, ആത്മാവിനെ മനനം നിധിധ്യാസനമൊക്കെ വേണമെന്ന് വെച്ചാൽ വാസ്തവത്തിൽ വേണ്ട എന്നാണ്. ഇപ്പോൾ മൂക്കത്ത് കണ്ണട വെച്ചിട്ട് കണ്ണടയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഇപ്പോൾ വരുന്ന വഴിയിൽ മറന്നിട്ടാണ് വന്നത്. അത് കാണാനില്ലല്ലോ എന്ന് പറയും. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ തൊട്ട് നോക്കണം അല്ലേ? അപ്പം അതിലൂടെ വേണം നോക്കാൻ. എന്നിട്ട് അതിലൂടെ തന്നെ ചിലപ്പോൾ കണ്ണട തിരയും. അപ്പോൾ അതുപോലെ സ്വയമേവ തന്നിൽ സ്വയം പ്രകാശമായിട്ടിരിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ പുറത്തൊക്കെ തിരയണത്. പശ്യന്തോപിന പശ്യന്തി പശ്യന്തം പരമേശ്വരം. അദ്ഭുതമായ വാക്ക്. ഭാഗവതം പറഞ്ഞു കാണുന്നവനെ കാണുന്നില്ല എന്നാണ്.
കാണുന്നുണ്ടെങ്കിലും കാണുന്നവനെ കാണുന്നില്ല. ഭഗവാന്റെ ലക്ഷണം അങ്ങനെയാണ്. അർക്കാനലാതി വെടിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഇതൊക്കെ മതി നമുക്ക്. ഭാഗവത താത്പര്യം അറിയാൻ ഇത്രയൊക്കെ മതി. ഇന്ദ്രിയവേദ്യമായ ഈ ലോകം കാണുന്നു. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്. കണ്ണു മാത്രം ഉണ്ടെങ്കിൽ കാണുമോ? കാണില്ല. മനസ്സ് വേണം. കണ്ണില്ലാതെ തന്നെ സ്വപ്നത്തിൽ മനസ്സുകൊണ്ട് കാണുന്നു. മനമാകുന്ന കണ്ണ്, അതിനും സാക്ഷിയായി ഉള്ളിലെ ഒരു ചിത്ത്, ഒരു ചൈതന്യപ്രകാശം, അത് താനെന്നുറയ്ക്കുമളവ്, അതാണ് എൻ്റെ സ്വരൂപമെന്ന് നല്ല ഉറപ്പ് വരുമ്പോൾ ആനന്ദമെന്തു ഹരി നാരായണായ നമ. ആ സ്വയം പ്രകാശമായ വസ്തുവിനെ തൻ്റെ സ്വരൂപമായിട്ട് അറിയുമ്പോൾ എന്തൊരു ആനന്ദമാണ് ഭഗവാനെ എന്നുവെച്ചാൽ എന്തൊരു നിർവൃത്തിയാണ്, എന്തൊരു പൂർണ്ണതയാണ്, സന്തോഷമാണ്. അപ്പോൾ ആ അറിവ് ശ്രവണം കൊണ്ടേ സാധിക്കും. ശുശ്രൂഷുഭിഹി തക്ഷണാത്. ഞാൻ മൂക്കത്ത് കണ്ണട ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് നോക്കി അറിഞ്ഞു. നിത്യാനുഭൂത നിജലാഭം എന്നാണ് ഭാഗവത അതിന് വാക്ക് പറഞ്ഞത്. നിത്യാനുഭൂതമാണ്, പക്ഷെ കിട്ടിയില്ല. നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ ശ്രേയസ്യ തദ്രചനയാ ചിരസുപ്ത ബുദ്ധേ. അഭയം ആത്മലോകം ആഖ്യാത് നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. പഞ്ചമസ്കന്ധത്തിൽ അദ്ഭുതമായൊരു ശ്ലോകമാണ്. എല്ലാവരും നിത്യനിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, എല്ലാവരും അവനവൻ്റെ അസ്തിത്വത്തിനെ മറന്നു കളയാനേ പറ്റില്ല. സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വയം പ്രകാശമായ വസ്തു. എന്നിട്ട് അത് എവിടെ കിട്ടും? കാണാനില്ലല്ലോ, തിരഞ്ഞുകൊണ്ടിരിക്കണം. അതിലൂടെ തന്നെ തിരയണം. മരിച്ചുപോയാൽ ആരെങ്കിലുമൊക്കെ തിരയുമോ? ഒന്നുമില്ല. അങ്ങനെ താനേ തൻ്റെ സ്വരൂപത്തിനെ പുറത്തൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അഹോ അജ്ഞജനതാജ്ഞത എന്ന് പറഞ്ഞു. അജ്ഞജനങ്ങളുടെ അജ്ഞത. അന്തർഭവേനന്ത ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ. തന്നിൽ തന്നെ ഉള്ള വസ്തുവിനെ പുറത്തൊക്കെ തിരയണു. സന്തുക്കൾ അല്ലാത്തതിനെയൊക്കെ തള്ളി നീക്കി തന്നിൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണു. തൻ്റെ ഉണ്മയായ സ്വരൂപത്തിനെ പുറത്തൊന്നും അന്വേഷിക്കണില്ല. താനായി ഉള്ളിലുള്ള വസ്തുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ആനന്ദിക്കണം. അന്വേഷണം പോലും വാസ്തവത്തിലില്ല. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ഉത്തമ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടതും ശുശ്രൂഷുഭിഹി തക്ഷണാത്, ആ ക്ഷണം തന്നെ തൻ്റെ അവിദ്യ അജ്ഞാനം നിവൃത്തമായി തൻ്റെ ഉള്ളിൽ സ്വപ്രകാശമായി സ്വയം പ്രകാശമായിട്ടുള്ള ചൈതന്യത്തിനെ താനെന്ന് ഉറയ്ക്കും. അളവ് ആനന്ദമെന്തു ഹരി. ബോധം വരുത്തുവതിനാളായി നിന്ന്, അല്ലേ? ആ ബോധം വരും ഉള്ളിൽ. അങ്ങനെയുള്ള സ്വാനുഭവസമ്പന്നനായ ഒരു പരമഹംസനാണ് ഭാഗവതം പറയണത്. അങ്ങനെ പറഞ്ഞു വന്നു. നവമസ്കന്ധമൊക്കെ കഴിഞ്ഞു, ദശമസ്കന്ധത്തിലേക്ക് വന്നു. ദശമസ്കന്ധത്തിൽ കൃഷ്ണകഥയൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ട് രസിച്ചു. കൃഷ്ണകഥയൊക്കെ രസിച്ചു, നിങ്ങൾ കേട്ടു. ധാരാളം ഇനിയും പറയുന്നു പരീക്ഷിച്ച് ചോദിച്ചു. കൃഷ്ണകഥ പറഞ്ഞു. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കംസവധമൊക്കെ കഴിഞ്ഞു. ഉത്തരാർദ്ധത്തിൽ ഒരു ഭാഗമാണിപ്പോൾ നമുക്ക് വിഷയം. മുചുകുന്ദസ്തുതി. നല്ല ഒരു മനോഹരമായ ഒരു സ്തുതി. ഭാഗവതത്തിൽ ധാരാളം സ്തുതികളുണ്ട്. നമ്മൾ ഭഗവാന്റെ അടുത്ത് എങ്ങനെ സംവാദം ചെയ്യണോ അതൊക്കെ പറഞ്ഞു തരണുണ്ട്. ഭഗവാനോട് വർത്തമാനം പറയണമല്ലോ. അങ്ങനെ ഭഗവാനോട് സംവാദം ചെയ്യാനാണ് ഇത്ര സ്തുതി. അഷ്ടമസ്കന്ധത്തിൽ ഇഷ്ടംപോലെ ഗംഭീര സ്തുതിയാണ്. ഇന്ന് വൈകുന്നേരം കോട്ടയത്ത് ഗജേന്ദ്രമോക്ഷാണ്. അഷ്ടമസ്കന്ധത്തിലെ ഉപനിഷത്തുകളാണ് ഇതൊക്കെ. അതേപോലെ ഇവിടെ ഈ ദശമസ്കന്ധത്തിൽ ഈ മുചുകുന്ദസ്തുതി,
ഈ കഥയാണ് നമുക്കിപ്പോൾ വിഷയം. കൃഷ്ണൻ മഥുരാപുരിയിൽ കംസവധം ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവിടെ രാജാവായിട്ടിരിക്കുമ്പോൾ കംസൻ്റെ ഭാര്യമാരായ അസ്ഥി, പ്രാപ്തി, 2 പേര്. നല്ല പേര് നോക്കൂ, അസ്ഥി, പ്രാപ്തി എന്നുവെച്ചാൽ ഉണ്ട്, ഇനിയും വേണം. ഇതാണ് നമ്മുടെ മനസ്സല്ലേ, ഇപ്പം ഉണ്ട്, ഇനിയും വേണം. ഇതാണ് അസുരൻ്റെ ലക്ഷണം. അസുഷുരമന്തേ ഇത്യസുരാഹ. ഇന്ദ്രിയ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക്. അവർ ജരാസന്ധൻ്റെ മക്കളാണ്. അപ്പോൾ അവർ ജരാസന്ധൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞു. തൻ്റെ മക്കളൊക്കെ പെൺകുട്ടികൾ വിധവകളായി. അതുകൊണ്ട് അതിന് ക്രോധിച്ച് കൃഷ്ണനെ വധിക്കാനായി തീരുമാനിച്ച് യുദ്ധത്തിന് വന്നു. പലവട്ടം മഥുരയെ ആക്രമിച്ചു. അവിടുന്ന് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി. ഒരുപാട് പ്രാവശ്യം അനേക അക്ഷൗഹിണിയോടുകൂടെ ആക്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സമയം ജരാസന്ധൻ ആക്രമിക്കുമ്പോൾ വേറെ ഒരാളും കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു. കാലയവനൻ എന്നു പേര്. എല്ലാവരുടെ ജീവിതത്തിലും ഇയാൾ വരും എപ്പോഴെങ്കിലും. ഈ കാലയവനൻ യുദ്ധത്തിന് വന്നു. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, നാരദ മഹർഷി കാലയവനൻ നാരദനെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് ഈ യുദ്ധം ചെയ്യാനായിട്ട് അങ്ങനെ തരിക്കുക. ചിലർക്ക് അങ്ങനെയാണ്, ആരുടെത്തെങ്കിലുമൊക്കെ ഒന്ന് പോയി ശണ്ട കൂടണം. പല രാജ്യങ്ങളുണ്ട്, അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ആക്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് കാലയവനൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണിച്ചു തരും, എനിക്ക് കൈതരിക്കുക. അപ്പോൾ നാരദ മഹർഷിക്ക് ഒറ്റ ധർമ്മമേ ഉള്ളൂ. നല്ല ആളാണോ, ചീത്ത ആളാണോ, അസുരനാണോ, ബ്രാഹ്മണനാണോ, സന്യാസിയാണോ, ഗൃഹസ്ഥനാണോ, കൊച്ചുകുട്ടിയാണോ, എന്തിന് ഗർഭത്തിൽ കിടക്കുന്ന ആളാണോ ഒന്നും നോക്കില്ല. സാധിക്കുമെങ്കിൽ എല്ലാവരെയും ഈ ഭഗവൻ മാർഗത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചുവിടണം, ഭക്തിയിലേക്ക് തിരിച്ചുവിടണം. അത് ഏത് തരത്തിലുള്ള ആളാണെങ്കിലും വേണ്ടില്ല, അയാളെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് തിരിച്ചുവിടാം. ശണ്ട കൂടുകയാണെങ്കിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പോയി ശണ്ട കൂടിക്കോളും. എങ്ങനെയെങ്കിലുമൊക്കെ മുക്തിമാർഗം കാണിച്ചു കൊടുക്കണം. നാരദൻ്റെ സിദ്ധാന്തം സപ്തമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഏത് വിധേനയും കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയത്. നിങ്ങൾക്ക് ഭക്തി സാധിച്ചിട്ടില്ലെങ്കിൽ വെറുത്തോളൂ, കാമിച്ചോളൂ, ദ്വേഷിച്ചോളൂ, പേടിച്ചോളൂ, ഒക്കെ ഭഗവാന്റെ അടുത്ത് ചെയ്തോളൂ. ഗോപ്യ കാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. നാരദൻ പറഞ്ഞു, ഗോപസ്ത്രീകൾ കാമം കൊണ്ട് കൃഷ്ണൻ്റെ അടുത്ത് സഖ്യം വെച്ചു. മനസ്സ് ഈ വികാരങ്ങളൊക്കെ വരുമ്പോൾ നോക്കും, നമുക്ക് വല്ല കോൺസെൻട്രേഷനും വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? പലരും പറയും, ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ചിന്തിക്കുമ്പോൾ മനസ്സ് നിൽക്കണില്ല സ്വാമി, എന്താ ചെയ്യുക? അത് അവരവരുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്കൂളിൽ നിന്ന് കുട്ടി വരാൻ സമയമായി, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യട്ടെ, ഉണ്ടോ? അതേ ചിന്ത ഇല്ല, ഇവിടെ വന്നിരിക്കുമ്പോൾ പോലും വന്നുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ, ടി വി മൊബൈലൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് കോൺസെൻട്രേഷന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ മൊബൈൽ കാണുമ്പോൾ മനസ്സതങ്ങോട്ട് നിൽക്കണില്ല. അതുകൊണ്ട് മനസ്സിനെ എങ്ങനെയാണ് അപ്പോൾ അതിലൊരു കോൺസെൻട്രേറ്റ് ചെയ്യുക? അതിനെന്താ വഴി? പഠിക്കണമൊക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ മനസ്സ് നിൽക്കും. ഇതാണ് കാര്യം. നമുക്ക് ഏതാണോ വേണ്ടത് അതിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മനസ്സ് നിൽക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, എന്നോട് ഭക്തിയല്ല, എന്നിൽ ആസക്തി വയ്ക്കൂ എന്ന് പറഞ്ഞു. മൈ ആസക്തമനാഹ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ. ആസക്തിയാണ് വെക്കണതെങ്കിൽ കോൺസെൻട്രേഷനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഭക്തി എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് പിടിച്ചു കൊണ്ടുവന്നാൽ അത് ഓടിപ്പോവും. ശരിയായ പ്രിയം വരികയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഗോപികകൾക്ക് കാമം, ഭയാത് കംസഃ, കംസന് പേടിച്ചിട്ട് സർവത്ര കൃഷ്ണദർശനമാണ്. ഒന്ന് ആലോചിച്ചു, എല്ലായിടത്തും കൃഷ്ണദർശനമാണ്.
അങ്ങനെ മരിക്കണ സമയത്ത് ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് തന്നെ ശരീരം വിട്ടു. രാമായണത്തിൽ മാരീചൻ എങ്ങനെയാണ്? മാരീചൻ പറഞ്ഞു, വൃക്ഷേ വൃക്ഷേ ഹി പശ്യാമി ചീരാചിന ജടാധരം ഗൃഹീതധനുഷം രാമം പാശഹസ്തമിവാന്തകം. ഓരോ വൃക്ഷത്തിലും ഞാൻ കയ്യിൽ കോദണ്ഡപാണിയായിട്ടിരിക്കുന്ന രാമനെ കാണുന്നു. പേടിച്ചിട്ടേ രാ എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീഴുന്നതാണ്. അതുകൊണ്ട് രണ്ട് എന്ന് പറയാൻ പാടില്ല, രാവണൻ എന്ന് പറയാൻ പാടില്ല. അത്ര പേടിയാ. രാവണൻ്റെ അടുത്ത് പറയണു, രകാര ആദീനി നാമാനി രാമത്രസ്തസ്യ രാവണ രത്നാനി ച രഥാശൈവ വിത്രാസം ജനയന്തി മേ. എനിക്ക് രത്നം, രഥം എന്നൊക്കെ കേട്ടാൽ ഞാൻ പേടിച്ചു വീഴും. അതുകൊണ്ട് രാമനെ ഞാൻ സർവത്ര ദർശിക്കുന്നു. പേടികൊണ്ട്, വെറുപ്പ് കൊണ്ട് ചൈത്യാദയോ നൃപ്പ, ശിശുപാലൻ മുതലായിട്ടുള്ളവർ, ഇങ്ങനെ പലരും അവരവർക്ക് ഉള്ള നാച്ചുറലായിട്ടുള്ള വാസനകൾ കൊണ്ട് തന്നെ ഭഗവത് പ്രാപ്തി ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ നാരദൻ്റെ സിദ്ധാന്തം അതാണ്, അവർക്ക് എന്ത് വികാരമാണോ ഉള്ളത് അതിനെ അങ്ങോട്ട് തിരിച്ചു വിടാമെന്ന്. അതെല്ലാവരെ കൊണ്ടും പറ്റില്ല കേട്ടോ, ചമത്കാരം വേണം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ കള്ളുകൂടി വിടാനേ പറ്റണില്ലാന്നോ. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, അത് കാളിയാണല്ലോ, അവിടെയൊക്കെ ഒരുപാട് കാളിക്ക് നേദിച്ചിട്ട് കഴിച്ചോളാന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് വിട്ടുപോയി. ഇയാൾക്കത് ഭക്തിക്ക് വഴിയും തിരിഞ്ഞു. ഇത് എല്ലാവരെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ നാളെ മുതൽ വാങ്ങിച്ച് നേദ്യം തുടങ്ങണ്ട. നിവൃത്തിരിഷ്ട, അത് നിവൃത്തിക്കുള്ള വഴിയാണത്. അപ്പോൾ ഇതുപോലെ അവരവരുടെ വാസനയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടുക. നോക്കൂ, ഈ മാർഗം കൃഷ്ണൻ ജനിച്ചപ്പോൾ തന്നെ ഉപദേശിച്ച മാർഗമാണ്. ദശമസ്കന്ധം ഓർമ്മയുള്ളവർക്ക് അറിയാം. ജനിച്ച ഉടനെ കൃഷ്ണൻ ആദ്യമായിട്ടൊരു ഉപദേശം കൊടുത്തു. വസുദേവർക്കും ദേവകിക്കും കൊടുത്തു. യുവാമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേതേ മദ്ഗതിം പരാം. നിങ്ങൾ ആ പരമപദത്തിനെ പ്രാപിക്കും. 2 ജന്മങ്ങൾ പുത്രപാശം കൊണ്ടാണ് നിങ്ങൾ ബന്ധത്തിൽപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനായി ജനിച്ചിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടില്ല. ഈ ജന്മത്തിൽ നിങ്ങൾ എന്തു ചെയ്യുക? ആ പുത്രപാശത്തിനെ ജയിക്കാൻ ശ്രമിക്കണ്ട. നോക്കൂ, എത്ര എളുപ്പ വഴിയാണ്. നിങ്ങളുടെ അറ്റാച്ച്മെൻ്റ് ഒന്നും നിങ്ങൾ വിടേണ്ട ആവശ്യമില്ല. പുത്രഭാവേന കൃതസ്നേഹൗ ബ്രഹ്മഭാവേന ചിന്തയന്തൗ. നിങ്ങൾ അറ്റാച്ച്മെൻ്റ് ഒന്നും വിടണ്ട. കുട്ടിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് അന്തര്യാമിയായ ഭഗവാനാണുള്ളത് എന്ന് ഓർമ്മിച്ചുകൊള്ളുക. അതിനകത്ത് ഭഗവാനാണുള്ളത്, ഇതൊക്കെ ഭഗവത് സ്വരൂപമാണെന്ന് ഓർമ്മിച്ചാൽ ആ വ്യക്തി കൊണ്ടോ ആ വിഷയം കൊണ്ടോ ഉള്ള ദോഷം നിങ്ങളെ ബാധിക്കില്ല. ഇതാണ് നാരായണ കവചം. യതോ ഹി ഭഗവാനേവ വസ്തുതഃ സദസച്ഛയത് സത്യേന അനേന ന സർവേ യാന്തു നാശമുപദ്രവാഹ. ആ ഉപാധിയുടെ ദോഷം നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ ഭഗവാനാണെന്ന് കരുതിക്കൊണ്ട് തന്നെ പഴകിക്കൊള്ളുക. അത് അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെ ഭഗവാൻ എന്ന് വിചാരിച്ചാൽ ഭഗവത് ഭാവം വരുമോ? ആദ്യമൊന്നും വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അസകൃത് ചിന്തയന്തൗ. വീണ്ടും 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 ഓർമ്മിപ്പിച്ച് നിങ്ങൾക്കൊരു പക്ഷേ ഭഗവത് ഭാവം വന്നിട്ടില്ലെങ്കിലും വെറുപ്പ്, രാഗദ്വേഷമൊക്കെ പോയി പോകും. ചിന്ത, അസൂയ, തിരസ്കാരാഹ സാഹങ്കാരാവിയന്തി. സ്പർദ്ധ, അസൂയ, തിരസ്കാര എല്ലാം പോകും. ഉള്ളത് മാത്സര്യ ബുദ്ധി, രാഗദ്വേഷമൊക്കെ വീണു പോകും. സമബുദ്ധി ക്രമേണ വരും. അതുകൊണ്ട് ഇതാണ് ഭക്തിക്ക് ജ്ഞാനം കാരണമായിട്ട് തീരുകയാണ് ഇവിടെ.
ജ്ഞാനം കൊണ്ട് ഭക്തിയുടെ ശ്രേഷ്ഠമായ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയെ വെച്ച എന്നുള്ള ലക്ഷണങ്ങളൊക്കെ വരും. ഇത് പറഞ്ഞ് അപ്പോൾ നാരദ മഹർഷിയുടെ സ്വഭാവം പ്രകൃതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും എങ്ങനെയെങ്കിലുമൊക്കെ അധ്യാത്മത്തിലേക്ക് തിരിച്ചുവിടാം. അവർക്ക് ജ്ഞാനമാർഗ്ഗമാണോ ജ്ഞാനമാർഗത്തിലേക്ക്, ഭക്തിമാർഗ്ഗമാണോ ഭക്തിയിലേക്ക്, യോഗമാർഗ്ഗമാണോ യോഗത്തിലേക്ക്. ഇല്ല, നാസ്തികമാണോ നാസ്തികത്തിന് നല്ലവണ്ണം സ്ക്രൂ തിരിച്ചു കൊടുക്കാം, ഇത്തിരി പെട്രോൾ ഒഴിച്ചു കൊടുക്കാം, നല്ലവണ്ണം നാസ്തികമാവട്ടെ. നാസ്തികം നല്ലവണ്ണം ഉയർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശ്വാസം മുട്ടും, അപ്പോൾ ഭക്തിയാവും. നാസ്തി 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 എന്ന് പറഞ്ഞാൽ എന്ത് നാസ്തി? യത് ഋതേന നിഷേധസിദ്ധി. ഈ നാസ്തികന്മാർ എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് തോന്നും, പലരും ഇവിടെ കേരളത്തിൽ ധാരാളം കിട്ടുന്നതാണല്ലോ അത്. എന്നിട്ട് എന്താ അവർക്കൊന്നും വരാത്തതെന്ന് ചോദിച്ചാൽ അവർ ജെനുവിനല്ല. അതിൽ നാസ്തികത്തിലും അവർ ജെനുവിനല്ല. നാസ്തികത്തിലും അവർ വാസ്തവമായി സിൻസിയറൊന്നുമല്ല, വെറുതെ നടിക്കുക നാസ്തികരായിട്ട്. നാസ്തി എന്ന് ബലമായിട്ട് പറയാമെങ്കിൽ എല്ലാം നാസ്തിയായിട്ട് എന്ത് അസ്ഥിയോ അത് പ്രകാശിക്കും. അപ്പോൾ അതും പറയാൻ തയ്യാറല്ല. വെറുതെ നാസ്തികത സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുകയാണ്. നാസ്തി എന്ന് പറയാനെങ്കിലും നിസ്വാർത്ഥനായിട്ട് കഴിയുമെങ്കിൽ അയാൾ അസ്ഥി എന്നുള്ളത് ഉള്ള വസ്തു എന്താണോ അത് പ്രകാശിക്കും. അപ്പോൾ നാരദൻ ആരെങ്കിലുമൊക്കെ നാസ്തികനാണെങ്കിൽ അയാളെയും റെഡിയാക്കി വിടും. അപ്പം അതുപോലെ ഒരു ദൃഷ്ടാന്താണ് ഇവിടെയും. ഈ കാലയവനനെ നാരദൻ പറഞ്ഞു, നീ ചെന്നിട്ട് കൃഷ്ണനെ ചെന്ന് യുദ്ധത്തിന് വിളിക്കാം എന്ന് പറഞ്ഞു. ഈ സമയം തന്നെ ജരാസന്ധൻ മറ്റൊരു വശത്ത് യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. വളരെ മനോഹരം. നോക്കൂ, നിങ്ങൾ ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങളുടെ ചിത്തം സമാഹിതാവും. എന്താണെന്ന് വെച്ചാൽ നാരദ മഹർഷി ഒരു രൂപം വർണ്ണിച്ചു കൊടുത്തു കാലയവനന്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ എങ്ങനെയുണ്ട് അറിയണമല്ലോ അല്ലേ? ആധാർ കാർഡ് ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഫോട്ടോ കൊടുക്കണമല്ലോ. ആരെങ്കിലുമൊക്കെ പോയി കൊന്നിട്ട് വന്നാലോ? ഇയാൾ കൊല്ലണം 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ പോയിക്കോളൂ, ഇതാണ് ഫോട്ടോ. എന്താണ് ഫോട്ടോ? നീലമേഘശ്യാമളനാണ്, പീതാംബരധാരിയാണ്, അതിസുന്ദരനാണ്, മയിൽപീലി ഉണ്ടാവും തലയിൽ, 2 കൈയല്ല ചതുർഭുജമൂർത്തിയാണ്. എന്നാൽ ശംഖല്ല, ചക്രമില്ല, ഗതയില്ല, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഒരു പ്രത്യേകമായ ഒരു ധ്യാനരൂപം അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ലക്ഷണം നോക്കൂ. ഈ ലക്ഷണം ആരാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? സാക്ഷാത് നാരദൻ. ഇയാളോ നല്ല കോപത്തോടുകൂടെ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് പുറപ്പെട്ടിരിക്കുക, കോപ്പ് കൂട്ടി പോവുക. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞത് മുതൽ ചതുർഭുജമൂർത്തി, നീലമേഘശ്യാമളൻ, അതിസുന്ദരൻ, പീതാംബരധാരി, ഇങ്ങനെ ധ്യാനാണേ. ഇങ്ങനെ ധ്യാനിച്ചാണ് അവിടെ ചെന്ന് യുദ്ധത്തിന് വിളിക്കുന്നത്. അപ്പോൾ ആ കോട്ടവാതിൽ അങ്ങനെ തുറന്നു. അങ്ങോട്ട് ബലരാമസ്വാമി യുദ്ധത്തിന് പോയി. കൃഷ്ണൻ പറഞ്ഞു, ഞാനേ അവിടെ ഒരാൾ വന്ന് പാവം ആശിച്ചു നിൽക്കണു, യുദ്ധത്തിനായിട്ട് വന്ന് നിൽക്കണു, അയാൾക്ക് ചെന്ന് ഞാൻ മുമ്പിൽ ചെന്ന് നിൽക്കണം. ആരും സൈന്യമില്ലേ? സൈന്യം കൂടാതെയോ? സൈന്യമൊന്നും ആവശ്യമില്ല അയാൾക്ക്, പാവം, സൈന്യമൊന്നും വേണ്ട, ഞാൻ തനിച്ച് പോയി. ആയുധം ഒന്നും ഒരു സൂചി പോലും എടുത്തില്ല, ചക്രമില്ല, ഗതയില്ല, ശാർംഗമില്ല, ഒന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ ശ്ലോകങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഉപാസന ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ഭഗവത് ദർശനം ചെയ്യും. അതാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ ഈ രൂപവർണ്ണനയ്ക്കൊക്കെ മാധുര്യം. തം വിലോക്യ വിനിഷ്ക്രാന്തം പുറത്തേക്ക് വരികയാണ്. ഈ കാലയവനൻ പുറത്ത് നിന്നിങ്ങനെ വരണ്ടോ നോക്കുകയാണ്. തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനമിവോടുപം. ഇങ്ങനെ ആകാശത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മേഘങ്ങളുണ്ട്, മേഘങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ ചന്ദ്രൻ വരണ പോലെ പീതാംബരധാരിയായി നീലമേഘശ്യാമളനായി തം വിലോക്യ വിനിഷ്ക്രാന്തമുജ്ജിഹാനമിവോടുപം ദർശനീയതമം ശ്യാമം
പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭാമുക്തകന്ധരം. ശ്രീവത്സം, വക്ഷസ്സിൽ ശ്രീവത്സം കാണണമെങ്കിൽ വളരെ അടുത്ത് പോയി നിൽക്കണം. അപ്പോൾ ഭഗവാൻ ഇത്ര അടുത്ത് വന്നാൽ നിൽക്കണത്, ഇയാളെ ഈ ഫോട്ടോ നോക്കിയിട്ട് പറയണത് അതൊക്കെ. വന്നു. ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭം. കഴുത്തിൽ കൗസ്തുഭരത്നുണ്ടോ? ഉണ്ട്. പാർട്ടി ഇത് തന്നെയാണോ നോക്കുകയാണ് അല്ലേ? ഈ എന്താ അടയാളങ്ങളൊക്കെ നോക്കുമല്ലോ. ഇവിടെ ഒരു മറുകുണ്ട് എന്നൊക്കെ പറയണ പോലെ ഒരു മറുകാണതേ. ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭാമുക്ത കന്ധരം പൃഥു ദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം. കണ്ണ് നോക്കുകയാണ്. കണ്ണിൽ നല്ല താമര പോലെ നല്ല ചുവന്ന കളറുണ്ട്. കപ്യാസം പുണ്ടരീകം ഇവ അക്ഷിണി. ചാന്തോഗ്യോപനിഷത്ത് പറഞ്ഞു കപ്യാസമെന്ന് രണ്ടർത്ഥം. ശങ്കരാചാര്യർ ഒരു വിധത്തിൽ പറഞ്ഞു, രാമാനുജൻ വേറെ ഒരു വിധത്തിൽ പറഞ്ഞു. ഭക്തന്മാരുടെ പക്ഷം എടുക്കുകയാണെങ്കിൽ ഒരു താമരദളത്തിലുള്ള കളർ പോലെ. അങ്ങനെ നവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം ശ്രീമത് സുഖപോലം ശുചിസ്മിതം. ഒരാൾ എപ്പോഴും സംതൃപ്തനാണെങ്കിൽ, സന്തുഷ്ടനാണെങ്കിൽ, ആനന്ദം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഋതംഭരാതത്ര പ്രജ്ഞ എന്ന് പറഞ്ഞു പതഞ്ജലി. നിറഞ്ഞിരിക്കാത്ര പ്രജ്ഞ, ജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ഉത്തമ ലക്ഷണം എന്താ അറിയോ? സാധാരണ ഇന്നൊക്കെ പറയും ഈ സ്ട്രെസ് ഒരുപാട് ഉണ്ടെങ്കിൽ ഈ ഈ ഭാഗമൊക്കെ അങ്ങനെ പതുക്കെ 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 ചുവട്ടിലേക്ക് പോയി കളയും, തളർന്ന് കളയും. നല്ല സന്തോഷമായിട്ടിരിക്കണതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കവിൾ തടങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് തെളിഞ്ഞു നിൽക്കും. ഇവിടെ പറയണത് അതാണ്. ശ്രീമത്സു കപോലം ശുചിസ്മിതം. എല്ലാം എല്ലാം മുഖമും മുഖമണ്ഡലവും ഒക്കെ തന്നെ നല്ലവണ്ണം പ്രസന്നമായ മന്ദസ്മേരവദനായിട്ട് ഇരിക്കുകയാണ്. നിത്യപ്രമുദിതം. കണ്ടാൽ തന്നെ അറിയാം എപ്പോഴും സന്തോഷം നിറഞ്ഞിരിക്കുക. മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരൻ മകരകുണ്ടലം. രണ്ട് ചെവിയിലും മത്സ്യാകൃതിയിലുള്ള രണ്ട് കുണ്ടലം. വാസുദേവോ ഹി അയം. ലക്ഷണങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ പറഞ്ഞ പോലെ അയം വാസുദേവ, ഇത് തന്നെയാണ് വാസുദേവൻ. വാസുദേവോ ഹി അയമിതി പുമാന്. ഒന്നും കൂടെ നോക്കി, ശ്രീവത്സലാഞ്ചന. ശ്രീവത്സ ഉണ്ട്. മറുക മാല ഇത്തിരി ഇങ്ങോട്ട് നീക്കൂ നോക്കട്ടെ എന്നാണ്. പുമാന് ശ്രീവത്സലാഞ്ചന. ലക്ഷണം കറക്റ്റാണ്. ഒന്ന് വിട്ടിങ്ങനെ നോക്കി, 4 കൈ ഇരിക്കണതെന്ന് നോക്കി. ചതുർഭുജോ അരവിന്ദാക്ഷ. കഴുത്തിലിങ്ങനെ നോക്കുമ്പോൾ എന്തു മാലയാ? വനമാലി. വനമാല ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചതുർഭുജോ അരവിന്ദാക്ഷ വനമാലി. അതിസുന്ദര. ആരാ പറയണത്? ഈ കൊല്ലാൻ വന്നിരിക്കുന്ന ആളാണ്. കൊല്ലാൻ കയ്യിൽ കത്തിയും കൊണ്ട് വന്ന ആൾ പറയണം. ചതുർഭുജോ അരവിന്ദാക്ഷ, നല്ല താമരക്കണ്ണൻ, വനമാലി, അതിസുന്ദര. ലക്ഷണൈ നാരദ പ്രോക്തൈ. നാരദൻ എന്തെന്ത് ലക്ഷണങ്ങൾ പറഞ്ഞു, എല്ലാം തികഞ്ഞു. ഇനി കൊല്ലാം, ഇനി യുദ്ധം ചെയ്യാമെന്നാണ്. നാന്യോ ഭവിതുമർഹതി, വേറെ ആരും ആവാൻ വഴിയില്ല എന്നാണ്, കറക്റ്റാണെന്നാണ്. ഇങ്ങനെ തീരുമാനിച്ച്, പക്ഷേ ഒരേ ഒരു കാര്യം, കയ്യിലൊന്നുമില്ല എന്നാണ്. അയ്യേ, ഒന്നാമത് ചെറിയ പയ്യൻ, ഒരു കത്തി പോലും കയ്യിലില്ല, നമ്മളെങ്ങനെ യുദ്ധം ചെയ്യും? അയാൾ വലിയ തടിയൻ, ധാരാളം ആയുധവും കവചമൊക്കെ ആയിട്ട് പാവം കോപ്പ് കൂട്ടി യുദ്ധത്തിന് വന്നിരിക്കുമ്പോൾ അതികോമള ശരീരിയായി കയ്യിലൊരു പീച്ചാങ്കത്തി പോലും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പം നിരായുധ ചലന് പദ്ഭ്യാം. ഇങ്ങനെ നോക്കി, ഒരു തേരില്ല, ഒരു സൈക്കിള് പോലും ഇല്ല, ഒരു വാഹനമില്ല. നിരായുധ ചലന് പദ്ഭ്യാം, നടന്നു വന്നിരിക്കുന്നു. യോത്സ്യേ അനേന നിരായുധ, ഇയാളുമായിട്ട് ഞാനും ആയുധമൊന്നുമില്ലാതെ തന്നെ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു.
ഇങ്ങനെയൊക്കെ ഇയാൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഒരു ലജ്ജയൊക്കെ വന്നു. കാരണം അയ്യേ, താൻ ഈ വേഷം, ഇയാളോട് യുദ്ധം ചെയ്യാൻ കയ്യിലൊക്കെ ഇരുമ്പൊക്കെ ഇട്ട്, മേത്ത് മുഴുവൻ ഇരുമ്പ്, ഒരുപാട് ഹെവി വെയ്റ്റ് സാധനങ്ങളൊക്കെ കയറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അഴിച്ചു വെക്കാൻ കുറച്ച് സമയം വേണം. അപ്പോഴേക്കുണ്ട് നോക്കും, മുമ്പിൽ നിൽക്കുന്ന ആൾ ഒറ്റ ഓട്ടം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇവിടെ ഓടാതെ നിൽക്കാം, ഓടി. അപ്പോൾ ഇയാൾ ഈ വലിയ ശരീരവും വെച്ച് ഇതിനേക്കാളും ഒരു പനിഷ്മെൻറ്റ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിലേ തടി, മേത്ത് നിറയെ ഇരുമ്പ് കവചം, ഇതുമൊക്കെ കൊണ്ട് പുറകെ ഓടി. പിന്നാലെ കാലയവനനും ഓടുകയാണ്. ഇതി നിശ്ചിത്യ യവനഃ പ്രാദ്രവന്തം പരാങ്മുഖം. ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഓടുക അത്രേ. രണച്ചോട്. ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ ആ പേരാണ്. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയ കൃഷ്ണൻ. പിന്നാലെ ഓടുകയാണ്. അപ്പം നിൽക്കു പോവരുത്. അന്വധാവത് ജിഗൃക്ഷുഹൂത്തം ദുരാപമപി യോഗിനാം. യോഗികൾക്ക് പിടിച്ചിട്ട് കിട്ടാത്ത ആളെ പിടിക്കാനായിട്ട് ഇയാൾ ഓടുകയാണ് പുറകെ. പിന്നാലെ ഓടുകയാണ്. നീതോ ദർശയതാ ദൂരം യവനേശോദ്രികന്തരം. പിന്നാലെ പോകും, കുറച്ച് നേരം നിൽക്കും, വെയിറ്റിംഗ്. നമ്മുടെ വഴി കാണിച്ചപ്പോൾ നമ്മുടെ ഒരു കാറ് മുമ്പിൽ വന്നു, ഞങ്ങൾ വഴി തെറ്റിപ്പോയി. അപ്പോൾ ആ കാറ് വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അടുത്ത് വന്നാൽ അത് മുമ്പിൽ പോകും. അതുപോലെ ഓടുക അത്രയും. ഇങ്ങനെ ഓടി ഇയാൾ പുറകെ നിന്ന് പറയാം, നിൽക്കൂ, നീ ഇങ്ങനെ ഓടുന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത്ര വലിയ കുലത്തിൽ ജനിച്ച് ക്ഷത്രിയനായിട്ട് ഇങ്ങനെയാണോ ഓടുന്നത്? ഇത് ന ഉചിതം തവ എന്നൊക്കെ പറഞ്ഞ് കഥയ്ക്കാണ്, വേർക്കാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ നേരെ ചൊവ്വെ ഹൈവേയിലോടിയാൽ വേണ്ടില്ല, മലയിലേക്ക് അങ്ങോട്ട് കയറി. നല്ല യുദ്ധ ടെക്നിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ശരീരവും വെച്ചുകൊണ്ട് മല കയറണം. പോരാത്തതിന് ഇതൊക്കെ അഴിക്കാൻ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയിരിക്കുകയാണേ. ഇതൊന്നും അഴിക്കാൻ വയ്യ. അങ്ങനെ മല കയറി ഒരു ഗുഹയിൽ ചെന്നങ്ങോട്ട് പറഞ്ഞു. ആ ഗുഹയിൽ ഉള്ളിൽ നോക്കുമ്പോൾ ആരോ ഉറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സൗണ്ട് സ്ലീപ്പ് എന്നാണ് പേര്. അതാണ് കുറുക്കം വലിക്കുമ്പോൾ അല്ലേ, സൗണ്ട് ഫോർ അതേഴ്സ്, സ്ലീപ്പ് ഫോർ വൺ സെൽഫ്. മറ്റുള്ളവർക്ക് സൗണ്ടും. ഈ കുറുക്കം വലിക്കുന്ന ആളുകളുടെ അടുത്ത് കിടന്നാൽ അവർ സുഖമായിട്ട് ഉറങ്ങും, നമ്മളുടെ കാര്യം കഷ്ടമാവും. അപ്പോൾ അവിടെ ചെന്ന് ഒരാൾ സുഖമായിട്ട് ഉറങ്ങാം. ആരാണെന്ന് വെച്ചാൽ ഇക്ഷ്വാകുകുലത്തിൽ വന്ന മാന്ധാതാവിൻ്റെ വംശത്തിൽ വന്ന മുചുകുന്ദൻ എന്ന ചക്രവർത്തി. ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കാൻ പോയതാണ്. കുറേ കാലം ദേവലോകത്തിൽ താമസിച്ചതോടുകൂടെ ഭൂമിയിൽ യുഗങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അയാൾക്ക് ദേവന്മാർ എന്തു വരം വേണമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് ഭഗവത് ദർശനം വേണം. ദേവന്മാർ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങളെ കൊണ്ടാവണത് എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. അപ്പോൾ അയാൾ പറഞ്ഞു, യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുക, എനിക്കിപ്പോൾ ഒരു സാധനയൊന്നും ചെയ്യാനുള്ള ഉദ്ദേശമില്ല. ഒരുപാട് യോഗസാധനകളൊക്കെ ചെയ്ത് നോക്കി. ഇതിൽ പറയുന്നുണ്ട്, യോഗസാധനകളൊക്കെ എന്തൊക്കെ ചെയ്താലും പിന്നെയും ഞാൻ കർത്താവാണ്, ഭോക്താവാണെന്നുള്ള അഭിമാനം വരുന്നു, അഹങ്കാരം വരുന്നു, മനസ്സ് നിൽക്കണില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങിക്കൊള്ളാം. എപ്പോൾ ഭഗവത് കൃപ വരുമോ അതിന് പ്രതീക്ഷിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇതാ ഒരു കഥ അതാണ്. ഉദ്ധവൻ പറയേണ്ട ഏകാദശത്തിൽ പ്രായശ പുണ്ടരീകാക്ഷ യോഗിനോ യുഞ്ചന്തോ മനഃ വിഷീദന്തി അസമാധാനാൻ മനോനിഗ്രഹ കർഷിതാ. ചില യോഗികളൊക്കെ പോലും ഭഗവാനെ മനോനിഗ്രഹത്തിന് യത്നം ചെയ്ത് സാധിക്കാതെ വിഷമിക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ഏകാന്തമായിട്ട് ഇരുന്നോളാം. അപ്പോൾ ഈ നിദ്ര എന്ന് പറയണത്, ഉറങ്ങുക എന്നൊക്കെ പറയണതും സമാധിയായിരിക്കാം. നിരന്തര സമാധി ഒരു നിദ്രയാണല്ലോ. ശങ്കരാചാര്യർ പറഞ്ഞു, യോഗികളിൽ ഒരു നിദ്ര വരും, കാചിദ് അജാഡ്യനിദ്ര, പ്രാദുർഭവന്തി കാചിദ് അജാഡ്യനിദ്ര എന്നാണ്. ജാഡ്യമില്ലാത്തൊരു നിദ്ര, ലോകം മറന്നുള്ള യോഗനിദ്ര. ആ യോഗനിദ്രയിലിരിക്കുകയാണ് ഈ മുചുകുന്ദൻ.
മുചുകുന്ദന് ആ വരം കൊടുത്തതോടുകൂടി ദേവന്മാർ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളെ എണീപ്പിച്ചാൽ നിങ്ങൾ ആരെ കാണണോ അവരങ്ങനെ ഭസ്മമായിട്ട് പോകും. ഇങ്ങനെ ഒരു വരവും കൊടുത്തിട്ടുണ്ട്. മുചുകുന്ദൻ പറഞ്ഞു, ഞാൻ ഈ വരം ചോദിച്ചില്ലല്ലോ, എന്ത് ചെയ്യാം, ഞങ്ങളുടെ തലയിലെഴുത്ത് അതാണ്, ഒന്ന് ഫ്രീ കൊടുക്കാതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഫ്രീ ഒന്നും കൂടും. ആ ഫ്രീ ആണ് പ്രോബ്ലം. നമ്മൾ വിചാരിക്കും ഫ്രീ കിട്ടണമെന്ന് പറഞ്ഞ് വാങ്ങിക്കും, ആ ഫ്രീ ആണ് പ്രോബ്ലം. അപ്പോൾ മുചുകുന്ദന് ഈ വരം കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഭഗവാന് രണ്ടുണ്ട് കാര്യം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മുചുകുന്ദനെ അനുഗ്രഹിക്കണം, രണ്ട് അയാൾ ഈ എണീറ്റ കുഴപ്പമാണ്. ഈ പാർട്ടി ഉണ്ടല്ലോ, ഇയാൾക്കൊരു ഇലക്ട്രിക് ശ്മശാനവും അറേഞ്ച് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടെ ഒരേ സ്ഥലത്ത് 2 in 1 ഈ ഗുഹയുടെ ഉള്ളിലാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇയാളെ ഈ കാലയവനനെ പതുക്കെ കൂട്ടിക്കൊണ്ടുപോയി. കാലയവനൻ അതിനകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു പട്ടൊക്കെ പുതച്ച ഒരാൾ കിടക്കുന്നുണ്ട്. കൃഷ്ണനാണ് ഇവിടെ വന്ന് പുതച്ച് കിടക്കണത്. കാരണം ഇതിനകത്ത് കയറി കുറേ നേരമായി. ഈ പാർട്ടി വരാൻ കതച്ച് നടുവിൽ നിന്ന് വെള്ളം കുടിച്ച് വരുമ്പോഴേക്ക് നേരമായി. അപ്പോൾ ഇയാൾ അകത്ത് വന്ന് കൃഷ്ണൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞ് കാല് കൊണ്ട് ഒരു ചവിട്ട് കൊടുത്തു. എണീക്കൊന്നു. അപ്പോൾ മുചുകുന്ദൻ ആ തുണിയൊക്കെ മാറ്റി എണീറ്റ് ആരാ വന്നിരിക്കണത് എന്നിങ്ങനെ നോക്കുമ്പോഴേക്കുണ്ടല്ലോ ഒരു കൂമ്പാരം എടുത്ത് ഭസ്മമായിട്ട് അങ്ങനെ ഇടാം. ആ രീതിയിൽ ഇതിപ്പോൾ ആരാ പാർട്ടി എന്ന് പോലും അറിയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഈ ഇലക്ട്രിക് ശ്മശാനത്തിലൊക്കെ പോയാലേ മുത്തശ്ശനാണ് ബന്ധുവാണ് ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഒരു സ്പൂണിൽ ഇത്രയും തരും. നിങ്ങൾക്ക് കൊണ്ടുപോയി എവിടെയും കൊണ്ടുപോയി കലക്കണമെങ്കിൽ ഇതാണിപ്പോൾ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി, ഒരു പിടി ചാരം അതുപോലെ ആയിപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ മുചുകുന്ദൻ എഴുന്നേൽക്കുമ്പോൾ ആ ഗുഹ അങ്ങനെ പ്രകാശപൂരിതമായിട്ടിരിക്കുകയാണ്. തേജോമയമായ സാത്വികമായ ഒരു ദിവ്യപ്രകാശം ആ ഗുഹയിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. തൻ്റെ മുമ്പിൽ മുചുകുന്ദനും കണ്ടു. ആത്മാനം ദർശയാമാസ മുചുകുന്ദായ ധീമതേ തമാലോക്യ ഘനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭേന വിരാജിതം ചതുർഭുജം രോജമാനം വൈജയന്ത്യാ ച മാലയാ ചാരുപ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പ്രേക്ഷണീയം നൃലോകസ്യ സാനുരാഗസ്മിതക്ഷണം. ഭഗവാന്റെ ദിവ്യരൂപധ്യാനത്തിൽ യഥാഭിമതധ്യാനം എന്നാണ് പതഞ്ജലി പറഞ്ഞത്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഉയർന്ന തലത്തിലേക്ക് ഉയരുമോ അതാണ് ധ്യാനം. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുമ്പോൾ സാനുരാഗസ്മിതക്ഷണമെന്നാണ്. എന്നുവെച്ചാൽ ആ മുഖത്തിൽ ഭഗവാൻ നമ്മളെ നോക്കുമ്പോൾ ഭഗവാന് നമ്മളുടെ അടുത്ത് അനുരാഗമുള്ളതായിട്ടാണ് ആ രൂപദർശനം. അത് വളരെ ഉയർന്നു നിൽക്കുകയാണ്. നമ്മളുടെ ഭാവലോകത്തിനെ വളരെ ഉയർത്തുന്ന രീതിയിൽ ഭഗവാന്റെ ആ ദിവ്യരൂപ വർണ്ണന ഓരോന്നും ധ്യാനമാണ്. സാനുരാഗസ്മിതക്ഷണം അഭീച്യ വയസം മത്ത മൃഗേന്ദ്രോദാര വിക്രമം പര്യപൃച്ഛൻ മഹാബുദ്ധി തേജസാ തസ്യ ദർശിതഃ. ചോദിച്ചു, ആരാണ് അങ്ങ്? ആരാണ്? കോ ഭവാനിഹ സംപ്രാപ്തോ വിപിനേ ഗിരിഗഹ്വരേ പദ്ഭ്യാം പദ്മപലാശാഭ്യാം വിചരസി ഒരു കണ്ടകെ. ഇത്ര കല്ലും മുള്ളും ഒക്കെ ഉള്ള ഈ കാട്ടിനകത്ത് ഈ മൃദുവായ പാദങ്ങളോടെ നടന്നു വന്നിരിക്കുന്ന അങ്ങ് ആരാണ്? അഗ്നിയാണോ, സൂര്യനാണോ, ഇന്ദ്രനാണോ, ലോകപാലന്മാരിൽ ആരെങ്കിലും ആണോ? എന്നിട്ട് മുചുകുന്ദൻ തന്നെ പറയാണ്, ആ സാന്നിധ്യം നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. മന്യേ ത്വാം ദേവദേവാനാം ത്രയാണാം പുരുഷർഷഭം യത് ബാധസേ ഗുഹാദ്വാന്തം പ്രദീപഃ പ്രഭയാ യഥാ. തേജോമയമായി രൂപം കാണുമ്പോൾ ദേവദേവനായ നാരായണൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു.
തന്നെക്കുറിച്ച് പറയുകയാണ്, ഞാൻ ഇക്ഷ്വാകു വംശത്തിൽ വന്ന ക്ഷത്രബന്ധുവാണ്, ക്ഷത്രിയൻ എന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ആ മുചുകുന്ദൻ എന്ന് പേര്, ഞാനിവിടെ കിടക്കുന്നു. ഈ കഥയൊക്കെ പറഞ്ഞു, തനിക്ക് കിട്ടിയ വരവും ഒക്കെ. ഭഗവാൻ പറഞ്ഞു, എനിക്ക് എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണ്ണ്, പൊടി, അത് കണക്കെടുക്കാൻ പറ്റാത്തതുപോലെ എൻ്റെ അവതാരങ്ങളും കണക്കെടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നു 10 അവതാരങ്ങളേ ഉള്ളൂ എന്നാണ്. അവതാരാഹി അസംഖ്യേയാഹ ഹരേഹേ, എടുത്താൽ കണക്ക് തീരാത്തത്ര അവതാരങ്ങളുണ്ടെന്നാണ്. എന്നുവെച്ചാൽ എവിടെയൊക്കെ യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം ആദ്യോവതാര പുരുഷസ്യ. ഭാഗവത് പറഞ്ഞു, ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ആദ്യ അവതാരമാണ്. ഈ വിശ്വം, വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം എന്താ? വിശ്വസ്മൈ നമഃ അല്ലേ? ഈ കാണുന്ന പ്രപഞ്ചം നാരായണ സ്വരൂപമാണ്. ഇത് സ്ത്രീകളാണ് പുരുഷന്മാരാണെന്നൊക്കെ തോന്നുന്നു, ഇതൊക്കെ നാരായണ സ്വരൂപമാണ്. ഉപനിഷത്ത് പറഞ്ഞു, ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ഹസ്തൗത വിശ്വതസ്പാത്. എല്ലാ രൂപത്തിലും ഭഗവാനെ സ്ത്രീയായും പുരുഷനായും കുമാരനായും കുമാരിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് ശ്വേതാശ്വതം. അപ്പോൾ ഇത്തരത്തിൽ ഭഗവാനെ മുമ്പിൽ കാണുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ജന്മം ഞാനിതാ വസുദേവസുതനായിട്ട് ജനിക്കുന്നു, വാസുദേവൻ എന്ന് പറയുന്നു. ആട്ടെ, അങ്ങക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളാം. വരാൻ വൃണീശ്വരാജർഷേ, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ചോദിച്ചോളാം. എന്നെ കണ്ടിട്ട് ഇനി ദുഃഖിക്കരുത്, എനിക്ക് ശരണാഗതി ചെയ്തിട്ട് ഇനി ശോകമുണ്ടാവരുത്. അധ്യാത്മജീവിതത്തിൻ്റെ രഹസ്യം എന്താ ലാഭം എന്ന് വെച്ചാൽ ശോകനിവൃത്തിയാണ് അല്ലേ? ഗീതയിലും ഭഗവാൻ അവസാനം പറയണത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇതാണ് ഗീതയുടെ സന്ദേശം. മാ ശുചഃ, ശോകം മാ കാർഷി. ശോചിക്കരുത്, ദുഃഖിക്കരുത്, ഇനി ശോകത്തിനിടയില്ല. അശോച്യാനന്വശോചസ്ത്വം എന്നാണ് ആരംഭിക്കുന്നത്. തരതിശോകമാത്മവിത്ത്. ഉപനിഷത്ത് പറഞ്ഞു, ആത്മാവിനെ അറിയുന്നവൻ്റെ ലക്ഷണം എന്താ? ആത്മജ്ഞാനിയുടെ ലക്ഷണം എന്താ? ശോകമില്ല, ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ദുഃഖമില്ല, ശോകമില്ല. അപ്പോൾ ഈ ശോകനിവൃത്തി വന്നിരിക്കുന്നു. ന ഭൂയഃ ശോചിത്തും അർഹസി. ഇത്രയും പറഞ്ഞ് എന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. മുചുകുന്ദൻ വീണ് നമസ്കരിച്ചു. ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. ഗർഗൻ മുമ്പ് പറഞ്ഞത് സ്മരിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണനാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്തുതിക്കും. നമ്മളുടെ അടുത്തൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹം വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയില്ല അല്ലേ? ഒരു രാജാവ് ഒരു മന്ത്രിയോട് ചോദിച്ചു, മനുഷ്യന് ആഗ്രഹം എത്രയുണ്ട്, അയാൾക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ തൃപ്തി വരുമോ? ആ മന്ത്രി പറഞ്ഞു, അങ്ങനെയൊന്നും തൃപ്തി വരില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന്. ഒരു 10 പേര് നല്ല ആഗ്രഹമുള്ള ആളുകളെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി ഒരു 10 പേരെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓടുക, എത്ര ദൂരം ഓടുക അത്രയും സ്ഥലം നിങ്ങളുടെ പേര് എഴുതി തരാമെന്ന് പറഞ്ഞു. അവർ ഇന്നും ഓടിക്കൊണ്ടിരിക്കുക, തിരിച്ചേ വന്നിട്ടില്ല എന്നർത്ഥം. എവിടെ തീരാ, ഇന്നും ഓടിക്കൊണ്ടിരിക്കുക, തിരിച്ചു വരാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഇതാണ് ആഗ്രഹത്തിൻ്റെ ലക്ഷണം. അപ്പോൾ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ എവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിൽക്കില്ല. അമ്പലത്തിൽ പോയാൽ തന്നെ ആദ്യം ആ ബോർഡ് അതാണ്, ആ ലിസ്റ്റ്, വഴിപാട്, വഴിയായിട്ടുള്ള പാടാണ് അത്. നമ്മളുടെ സംസാരമാണത്. നമുക്ക് സംസാരത്തിലുള്ള പാട് വഴിയായിട്ട് പൂവാണ്. അപ്പോൾ ആഗ്രഹമുണ്ടല്ലോ മനുഷ്യൻ. അപ്പോൾ മുചുകുന്ദൻ പറയാണ്, ഭഗവാനെ വിമോഹിതോയം ജനയീശമായയാ ത്വദീയയാ ത്വാം ന ഭജതി അനർത്ഥദൃക് സുഖായ
ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതഃ. ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ അത്ര ഘനമുണ്ട്. വൈരാഗ്യസ്തുതിയാണിത്. എന്നുവെച്ചാൽ ഒരു രാജാവായിട്ട് എല്ലാ സുഖസാമഗ്രികളെയും അനുഭവിച്ച് സുഖമൊക്കെ കണ്ട് വിരക്തി വന്ന് ലോകത്തിൻ്റെ സാരം എത്രയുണ്ടെന്ന് അളന്നു നോക്കി ചവച്ചു തുപ്പിയ ആളാണ്. അതുകൊണ്ട് അതിൽ രുചിയില്ല എന്ന് പറഞ്ഞ് പറയാണ്. എത്ര മോഹിച്ചു കിടക്കണു ഭഗവാനെ മനുഷ്യരെ. വിമോഹിതോയം ജനഃ, ഈ ജനങ്ങൾ മോഹിച്ചിരിക്കുകയാണ്, അല്ലെങ്കിലേ മോഹത്തിലാണ്. മായ അവരെ നല്ലവണ്ണം മോഹിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഒരു കുടമുണ്ട്, അത്രേ, ഒരു 6.5 കുടം എന്ന് പറയും. അങ്ങനെ ഒരു കഥയുണ്ട്. അതല്ല, ഒരു കുടം ഉണ്ട്. ആ കുടം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ 1 രൂപ കോയിൻ അതിലേക്ക് ഇട്ടു. അപ്പോൾ ആ കുടം പറഞ്ഞു, നിനക്ക് എത്ര വേണമെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഇയാൾ പറഞ്ഞു, 2 കോയിൻ കിട്ടുമോ ചോദിച്ചു. എന്തിനാ 2? 4 ചോദിക്കുമോ? ഓ 4. എന്തിനാ 4 നിർത്തണത്? 8 ചോദിക്കൂ, 10 ചോദിക്കൂ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ മനസ്സിലായത് ഈ കുടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തരില്ല. അതിങ്ങനെ ഇനിയും ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും തരില്ല. ഇതാണ് ഈ മായയുടെ ശക്തി. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു അന്തമില്ല, ഇതിനൊരു തൃപ്തി വന്നു. ലോകത്തിൽ ആർക്കാ ഇപ്പം തൃപ്തി? വലിയ വലിയ പണക്കാരൊക്കെ തൃപ്തരാണോ? എല്ലാവരും വിചാരിക്കണം പണം ധാരാളം കിട്ടിയാൽ തൃപ്തി. നിങ്ങൾ ഈ പണക്കാരെയൊക്കെ പോയി ഒന്ന് കുറച്ച് കാലം അവരുടെ കൂടെ നടന്നു നോക്കൂ. ഉറക്കില്ല, പല വിധത്തിലുള്ള ഭയം. വൃത്രൻ പറയണു, അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ഇഷ്ടഭക്തന് ഇതൊന്നും കൊടുക്കില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മാത്സര്യം, ദ്വേഷം ഒക്കെ വരും. അതുകൊണ്ട് നരാതി യദ്വേഷ ഉദ്വേഗ ആദിഹി മദഹ കലിഹി വ്യസനം സംപ്രയാസ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഇവന്. ഭഗവാൻ പറയണു, എനിക്ക് വളരെ ഒരാളോട് ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ അയാളുടെ പല സാധനങ്ങളും പറിച്ചെടുത്ത് ഞാൻ തെരുവിൽ നിർത്തും. മഹാബലിയെ തെരുവിൽ നിർത്തിയ സമയത്ത് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടം തോന്നി അങ്ങനെയാണെന്നാണ്. തദ്വിശ്വ വിജുനോമ്യഹം. അപ്പോൾ ഇതാണ് ആളുകൾ വരാത്തത്, ഇതാണ് എന്നാണ്. അവർക്ക് എന്തെന്തിൽ ഉണ്ടോ എൻ്റെ നേരെ അവരെ തിരിക്കണമെങ്കിൽ അതാണ് ഞാൻ ചെയ്യുന്ന വഴി. അപ്പോൾ ഇവിടെ ഉത്തമ ഭക്തൻ ഭഗവാനോട് പറയാണ്, എന്നെ മോഹിപ്പിക്കരുത് എന്നാണ്. എന്നെ മോഹിപ്പിക്കരുത്. വിമോഹിതോയം ജനയീശമായയാം ത്വദീയയാ ത്വാം ഭജതി അനർത്ഥദൃക്. അർത്ഥം കാണുന്നില്ല, അനർത്ഥത്തിനെയാണ് കാണുന്നത്. ഈ അനർത്ഥത്തിൽ മനസ്സ് പോയിട്ട് അനർത്ഥം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേണ്ടതൊന്നും കിട്ടൂല, ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യും. അനർത്ഥദൃക് സുഖായ, സുഖമെന്ന് പറഞ്ഞ് ദുഃഖപ്രഭവേഷു സജ്ജത്തെ, സുഖമായിട്ട് എന്നിട്ടോ ദുഃഖത്തിന് മേലെ ദുഃഖം. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പറയാം ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് സുഖമാണെന്ന് കരുതി എന്തൊക്കെയോ ശീലിക്കുന്നു, എവിടേക്കൊക്കെയോ പോകുന്നു, എന്തെല്ലാമോ ചെയ്യുന്നു. എന്നിട്ട് അവസാനം ചോദിക്കുമ്പോൾ ഒരു തൃപ്തിയില്ല എന്ന്. എല്ലാ സുഖവും അനുഭവിച്ചു. ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാ സുഖവും പല വിധത്തിൽ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ അനുഭവിക്കുക, എന്നിട്ട് തൃപ്തി വന്നില്ല. അവസാനം എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ വഴി കണ്ടുപിടിക്കുക എക്സൈറ്റ്മെൻറ്റിന്. പ്ലെയിനിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചാടുക, സ്കൈ ജമ്പിങ് ആണ്. അപ്പോൾ പാരച്യൂട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, അവസാനമേ തുറക്കുള്ളൂ. അതിൻ്റെ ഇടയിലൊരു പേടി വരുമല്ലോ, അതിലൊരു സുഖം. പിന്നെ കടലിൻ്റെ ഉള്ളിലേക്ക് ചാടുക, എന്തൊക്കെയോ ചെയ്ത് നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ എക്സൈറ്റ്മെൻറ്റ് വേണം. എന്നിട്ട് വല്ല തൃപ്തി ഉണ്ടോ? തൃപ്തിയില്ല. ശാന്തി ഉണ്ടോ? ഇല്ല. ആനന്ദമുണ്ടോ? ഇല്ല. ത്വാം ന ഭജതി അനർത്ഥദൃക്. സുഖമെന്ന് കരുതി പലതും ചെയ്യുന്നു ഭഗവാനെ. സുഖമെന്നു കരുതി ഈ കുടുംബത്തിൽ ആസക്തനായിട്ട് തീർന്നു. ഗൃഹേഷു നോക്കൂ,
ഈ ഉപദേശങ്ങളൊന്നും സന്യാസികൾക്കല്ല, എല്ലാം ഗൃഹസ്ഥന്മാർക്കാണ്. എന്താണെന്ന് വെച്ചാൽ സന്യാസികൾക്ക് വേണ്ട ഉപദേശം വേറെയാണ്, അതില്ല ഇവിടെ. ഗൃഹസ്ഥന്മാർക്കാണ് ഉപദേശം. അതുകൊണ്ട് ഈ ഉപദേശം കേട്ടിട്ട് ആളുകൾ സന്യാസിയാവുമോ എന്ന് വിചാരിക്കേണ്ട. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ഭാര്യ, പുത്രൻ, വീട് ഇതിനോടൊക്കെ അനാസക്തിയായിട്ടിരിക്കാമെന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെ ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെ പറ്റും? പിന്നെ ഒരു സന്യാസിയെ വിളിച്ചിട്ട് ഭാര്യ, പുത്രൻ ഇതിനോടൊക്കെ അനാസക്തനായിട്ടിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഗൃഹസ്ഥനാണോ ഉപദേശം? സന്യാസിക്ക് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണത്? അയാൾക്കിതൊന്നുമില്ല. ഗൃഹസ്ഥനാണ് ഉപദേശം. കാരണം നമ്മളുടെ അഹങ്കാരം, മമത ഇതിലൊക്കെയാണ് ഇരിക്കുക. നമ്മളിപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ച് കരയില്ല, വേറെ ആരുടെയെങ്കിലും വീടിനെക്കുറിച്ച് ആലോചിച്ച് കരയില്ല, ലോകത്തിൽ മറ്റു വസ്തുക്കളെക്കുറിച്ച് ആലോചിച്ച് കരയില്ല. അതുകൊണ്ട് അസക്തിരനഭിഷ്വംഗ പുത്രധാര ഗൃഹാദിഷു ഒരു ടാബ്ലറ്റാണത്. ഒരു കുടുംബസ്ഥന്മാർ ഇതൊക്കെ അറിയേണ്ട ശ്ലോകങ്ങളാണ്. ഇതിൽ അനാസക്തിയായിട്ടിരിക്കുമെന്ന് വെച്ചാൽ അവർ ഉപേക്ഷിക്കുമെന്ന് അർത്ഥമല്ല. നമ്മൾ ഏതൊന്നിൽ അനാസക്തമായിട്ടിരിക്കുന്നു അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ആഗ്രഹം ഉള്ളിലുണ്ടോ, ഉപേക്ഷിച്ചാൽ അത് ഉള്ളിൽ തങ്ങി നിൽക്കും. ഏത് നമുക്ക് വേണ്ടയോ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വിട്ടുപോകും. പിന്നെ നമുക്കത് ഇല്ലാതെ അത് നമുക്ക് വിട്ടുപോകും. അപ്പോൾ അനാസക്തിയാണതിൻ്റെ രഹസ്യം. ആ അനാസക്തിയാണ് ഇവിടെ. അപ്പോൾ അതാ ഇല്ലെങ്കിൽ എന്താ, ഇതിനകത്ത് പെട്ടുപോയിട്ട് സദാ ചിന്താകുലം, വ്യാകുലം. മനസ്സ് അങ്ങനെ ചിന്താകുലമാണ്. എത്ര പ്രശ്നങ്ങളാണ്, ടെൻഷനാണ്, ഡിപ്രഷനാണ്, ദുഃഖമാണ്. പരസ്പരം വഞ്ചിത എന്ന് പറയണം. പറ്റിക്കപ്പെടുന്നു, വഞ്ചന ചെയ്യപ്പെടുന്നു, മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ട് അതിനകത്ത് പെട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ലാതെ, ശാന്തിയില്ലാതെ മനുഷ്യൻ ദുഃഖിക്കണു ഭഗവാനെ. എങ്ങനെയോ മനുഷ്യ ശരീരം കിട്ടി. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിത് അവ്യംഗമയത്നതോ നഖ പാദാരവിന്ദം ന ഭജതി അസന്മതി ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം. മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. പക്ഷേ പോപ്പുലേഷൻ കൂടുമ്പോൾ സംശയം തോന്നും ആളുകൾക്ക്, അത്ര ദുർലഭമാണോ എന്ന് തോന്നുന്നില്ല എന്നാണ്. ആളുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഒരു സ്വാമി എന്നോട് പറഞ്ഞു, എന്താ പോപ്പുലേഷൻ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ്. അദ്ദേഹം പറഞ്ഞു, എന്താ പോപ്പുലേഷൻ കൂടാൻ കാരണം അറിയോ? ഇവിടുന്ന് അങ്ങടേക്ക് ആരും പോകണില്ല എന്നാണ്. പഴയ കാലത്ത് ഈ ക്ലാസ്സിൽ ഇങ്ങനെ കയറി വന്നിട്ടേ ഓരോ ക്ലാസ്സിൽ വന്ന് അങ്ങനെ ഉടക്കി നിൽക്കും പിള്ളേർ, സ്കൂളിൽ നിന്ന് പോവില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു ത്യാഗമായിട്ട് പരീക്ഷ എഴുതാതെ കുറേ കാലം കഴിച്ചു കൂട്ടുന്നവരൊക്കെ ഞാൻ പഠിക്കുമ്പോഴുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലൊക്കെ എഴുതിയാൽ പാസ്സാക്കി വിട്ടാലോ, അതുകൊണ്ട് എഴുതുക പോലും ചെയ്യില്ല. ഒരു ത്യാഗം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ത്യാഗമായിട്ട് അതേ ക്ലാസ്സിൽ ഒരു ചെക്കനെ കാണുമ്പോഴൊക്കെ ടീച്ചർ പറയും നമസ്കാരം എന്ന് പറയും. എന്തിനാ മാഷെ എങ്ങനെ പറയും? എന്നെക്കാളും 2 വയസ്സ് മൂക്കുമെന്നാണ്. വർഷം എത്ര ആയിരിക്കണം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ കാര്യമേ. ബ്രഹ്മാവ് നമ്മളെ കണ്ട സാറെന്നൊക്കെ വിളിക്കും. ചിലപ്പോൾ നമ്മൾ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനെ ഒന്നും കുറ്റം പറയരുത്. 3 ജന്മത്തിൽ തിരിച്ചുപോയി അവർ. ബ്രഹ്മാവ് കണ്ട എണീറ്റൊക്കെ നിൽക്കും, ബഹുമാനം കൊണ്ട് എണീറ്റൊക്കെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ പോയ ബ്രഹ്മാവിൻ്റെ കാലത്ത് തുടങ്ങിയ, അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങിയതായിരിക്കും ചിലപ്പോൾ, ആർക്കറിയാം. അപ്പോൾ പറയാം, എങ്ങനെയോ ഒരു മനുഷ്യജന്മം കിട്ടി. കഥഞ്ചിത് എന്ന് പറയാം. നമ്മളുടെ യോഗ്യത വെച്ച് നോക്കിയാൽ ഒന്നും പറ്റില്ല. എങ്ങനെയോ പോട്ടെ എന്ന് പറഞ്ഞ് പാസ്സാക്കി വിട്ടതാണ്. കഥഞ്ചിത്. എന്നാലോ അംഗങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അവ്യംഗം, അംഗങ്ങളൊക്കെ നന്നായിട്ടിരിക്കുന്നു. കൈയും കാലും കണ്ണും മൂക്കും ചെവി കേൾക്കും എല്ലാം നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കണം. എന്നിട്ടും ഭഗവാനെ ഭജിക്കണില്ലല്ലോ. അധ്യാത്മജീവിതമില്ലല്ലോ, ഭക്തിയില്ലല്ലോ, ഭഗവത് ധ്യാനം ചെയ്യണില്ലല്ലോ. പാദാരവിന്ദം ന ഭജതി അസന്മതി ഗൃഹാന്ധകൂപേ. വീടെന്നു പറയുന്ന ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുകയാണല്ലോ ഭഗവാനെ എന്ന്. നോക്കൂ,
ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കരുത്. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒത്തിരി നിസ്സംഗത വരും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വീട്ടിലിരിക്കരുതെന്നോ വീട് ഉപേക്ഷിക്കണമെന്നോ ഓർമ്മ വെച്ചോളണം. ഇതൊന്നും ഇപ്പോൾ സന്യാസികൾക്കല്ല പറയണത്. കുടുംബത്തിലിരിക്കുമ്പോൾ ഇത്തിരി ഒരു നിസ്സംഗത ഉണ്ടെങ്കിൽ കുടുംബം നന്നായിരിക്കും. ഒക്കെ സമാധാനത്തോടെ ഇരിക്കും, ശാന്തിയോടെ ഇരിക്കും. പ്രാരബ്ധം അഥവാ നമ്മൾക്ക് സഹിക്കവയ്യാത്ത പ്രാരബ്ധം ഉണ്ടെങ്കിൽ നമ്മൾ ബാധിക്കപ്പെടില്ല. മനസ്സ് ശാന്തിയോടെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നാൽ ലോകത്തിൽ ജനിച്ച പ്രാരബ്ധം ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതൊക്കെ നടക്കുമ്പോഴും ഇത് മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. ഇവിടെ കുടുംബമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം വിട്ട് ഉണർന്നവന് സ്വപ്നം ഉണ്മയല്ലാത്തതുപോലെ ഇതൊന്നും വാസ്തവല്ല എന്ന് ശാശ്വതമായ പ്രബോധത്തിലേക്ക് വന്ന ആളാണെങ്കിൽ അയാൾ എവിടെ ഇരുന്നാലും നിസ്സംഗനാണ്, ഒന്നും അയാളെ ബാധിക്കില്ല. അതാണ് പരമഹംസധർമ്മം, അതാണ് യതിധർമ്മം, അതാണ് ജ്ഞാനം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ജ്ഞാനത്തിനെ പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുന്നില്ലല്ലോ ഭഗവാനെ ഞാൻ. ഈ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു, ഈ വീടെന്ന് പറയുന്ന പൊട്ടക്കിണട്, ഈ ഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ ഗൃഹ്യതേതി ഗൃഹം എന്നാണ്. സത്സംഗം നടക്കണു, വന്നൂടെ, വീട്ടിലാരുമില്ല, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. വേറെ ഒരു സമയത്ത് വിളിച്ചാൽ പറയും, അയ്യോ വീട്ടിൽ ആരൊക്കെയോ വന്നിരിക്കണു. എങ്ങനെയാ ഇപ്പോൾ വിട്ടിട്ട് വരിക? അതിഥികൾ വന്നിരിക്കണം. എങ്ങനെ വരും? എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പിടിക്കും. യമസ്യ കരുണാനാസ്തി കർത്തവ്യം ഹരികീർത്തനം. അയാൾ വിളിക്കുമ്പോൾ അതെ ഞാൻ ഇപ്പോൾ അടുത്ത ഈ കുംഭമാസം കഴിഞ്ഞിട്ട് നമുക്ക് പുറപ്പെടാം എന്ന് പറയാനൊന്നും പറ്റില്ല. അയാൾ രാത്രിക്ക് നിങ്ങൾ വരുന്നത് അറിയാതെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പുറപ്പെടാമെന്നൊന്നും പറഞ്ഞാൽ നിൽക്കില്ല, ഒന്നും വെയിറ്റ് ചെയ്യില്ല അല്ലേ. മുമ്പിലുണ്ട് മൃത്യു, മൃത്യുവിനെ മുമ്പിൽ കണ്ടാൽ, ശരിക്കും കണ്ടാൽ, അതാണ് പരീക്ഷിത്ത്. എന്തിനാ പരീക്ഷത്തിൻ്റെ കഥ എന്ന് വെച്ചാൽ, ഇത്രയും തിരക്കുള്ള രാജാവ്, ഇത്രയും ചുമതലകളുള്ള രാജാവ് തൻ്റെ മുമ്പിൽ ആ മൃത്യുവിനെ കണ്ടതോടുകൂടെ ഒരു ക്ഷണനേരം വെയിറ്റ് ചെയ്തില്ല. പണ്ടേ വിചാരണം ചെയ്ത് ഉറപ്പിച്ചതാണ് ഭഗവാനാണ് സത്യം, ഭഗവാൻ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഗംഗാതീരത്തിലേക്ക് വന്നു. അത്തരത്തിലുള്ള വിരക്തനായ മുമുക്ഷു, ഒരു മുമുക്ഷു വരുമ്പോൾ ഗുരുവിന് ലെറ്ററും ഫോണും ഒന്നും വേണ്ട, ഗുരു അവിടെ എത്തും. ശുകബ്രഹ്മ മഹർഷി വിളിച്ചില്ല. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര. അവിടെ വന്നു എന്നല്ല പറഞ്ഞത്, തത്ര അഭവത്, അവിടെ സംഭവിച്ചു അത്രേ വ്യാസപുത്രൻ. എങ്ങനെ? യദൃച്ഛയാ. ഉത്തമ ഗുരു യദൃച്ഛയാ വരുന്ന ആളാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല. അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു, അനാദ്യ വിദ്യോപഹതാത്മസംവിധ തന്മൂല സംസാര പരിശ്രമാതുരാഹ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഹു വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ. പ്രതീക്ഷിക്കാതെ ആ സദ്ഗുരു ദർശനം ഉണ്ടാവുന്നു, ഉപദേശം ഉണ്ടാവുന്നു, മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും. ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമഃ. ഒരു ക്ഷണനേരം. അപ്പോൾ ഇത്രയൊക്കെ ലാഭം ഉണ്ടായിരുന്നിട്ട് ഈ മനുഷ്യലോകത്തിൽ ജനിച്ചു, മനുഷ്യ ശരീരം കിട്ടി, ഭഗവത് ധ്യാനം ചെയ്യാം, ഭാരതദേശത്തിൽ ജനിച്ചു. സത്സംഗമുണ്ട് ഇവിടെ, ഭാഗവതാദി ഗ്രന്ഥങ്ങളുണ്ട്, ഗീതയുണ്ട്, ഉപനിഷത്തുണ്ട്. എന്തൊരു സമൃദ്ധിയ, എത്ര മഹാപുരുഷന്മാരുണ്ട്. ആരോ ഒരാൾ സ്വാമി ചിന്മയാനന്ദ സ്വാമിയോട് ചോദിച്ചു, ഹൂ ഈസ് ദ പ്രോഫറ്റ് ടു ഹിന്ദുയിസം? Christianity has Jesus Christ, Islam has Muhammad, Buddha is there, Vardhamana Mahavira is there. Who is the prophet?
ഇറ്റ് ഈസ് നോട്ട് എ പ്രൊഫറ്റ്, ഇറ്റ് ഈസ് എ പോപ്പുലേഷൻ ഓഫ് എ പ്രൊഫറ്റ്സ്. ഋഷികളുടെ ഒരു വലിയ ജനസംഖ്യയാണെന്നാണ്. ഒരാൾ രണ്ടാളല്ല, എത്ര മഹാപുരുഷന്മാരാണ്, എത്ര ആളുകളാണ്, എത്ര മഹാപുരുഷന്മാരുടെ സംഖ്യയാണ് ഇവിടെ. അപരിമിതമായ അത്തരത്തിലുള്ള രത്നഗർഭയാണിത്. അത്തരത്തിലുള്ള പവിത്രഭൂമിയാണ് ഇവിടം. ഇത്തരത്തിലുള്ള ഈ ദേശത്തിൽ ജനനം കിട്ടി, ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. എന്നിട്ടും പാദാരവിന്ദം ന ഭജതി. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അന്നൊക്കെ ഭാരതത്തിൽ ദാരിദ്ര്യമാണ്. ചിലർ ചെന്ന് ചോദിച്ചു, ഇത്രയും സമൃദ്ധമായ ഈ പാശ്ചാത്യ ദേശം കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങക്ക് എന്തു തോന്നുന്നു? ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭാരതം പവിത്രഭൂമിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് രാമായണത്തിലെ ശ്ലോകമൊന്ന് തോന്നുന്നു. വാൽമീകിയുടെ അല്ലാതെ ആനന്ദരാമായണോ മറ്റാണ്. ആ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ആ ശ്ലോകമാണ് എനിക്ക് തോന്നണത്, ലങ്കാത വിജയം കഴിഞ്ഞിട്ട് മൂലബലയുദ്ധം കഴിഞ്ഞ് രാമൻ പുറപ്പെടുമ്പോൾ ലങ്കയെ കാണുകയാണ്. അവിടെ പട്ടാഭിഷേകവും കഴിഞ്ഞു, വിഭീഷണ പട്ടാഭിഷേകവും കഴിഞ്ഞ് രാമൻ ലങ്കയെ നോക്കുമ്പോൾ സ്വർണ്ണമയമായിട്ടിരിക്കണം അത്രേ ലങ്ക. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, നോക്കൂ എത്ര മനോഹരമായിട്ടിരിക്കുന്നു ലങ്ക. അപ്പോൾ രാമൻ പറഞ്ഞു, അഭിസ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചത്തെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപികരീയസി. സ്വർണ്ണമയമാണെങ്കിലും ലങ്കയൊന്നും എന്നെ ആകർഷിക്കുന്നില്ല, വിസ്മയിപ്പിക്കുന്നില്ല. ആ പെറ്റ അമ്മയും ഈ ജന്മദേശവും സ്വർഗത്തിനേക്കാളും ശ്ലാഘനീയമാണ്. ഭാരതദേശത്തിലെ ഓരോ മണ്ണും എനിക്ക് ദിവ്യമാണെന്ന്. ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു. സ്വയമേവ പറയാ, കിണറ്റിൽ പെട്ട ഒരു പശുവിനെ പോലെയാണ് ഞാനിപ്പോൾ. എൻ്റെ കാലം പോയി ഭഗവാനെ. എന്താ പറയണറിയോ? രാജാവായി ഇരുന്ന് എൻ്റെ കാലമൊക്കെ ഞാൻ നശിപ്പിച്ചു എന്നാണ്. നമ്മൾ വിചാരിക്കണം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായെങ്കിലും ആയാൽ വേണ്ടില്ല എന്നാണ്. ഇല്ല, ആളുകൾ ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരുന്നിട്ട് പറയാണ്, മമൈഷകാല അജിത നിഷ്ഫലോഗത. വലിയ വലിയ രാഷ്ട്രീയക്കാരായിട്ടുള്ള വിവേകികളായിട്ടുള്ള ചിലരൊക്കെ പറയും, വലിയ പൊസിഷനിലിരുന്നവർ, ഒരു സമാധാനമില്ല, ഒരു ശാന്തിയില്ല. അതാണ് ഇവിടെ പറയണത്, എൻ്റെ കാലം നിഷ്ഫലമായിട്ട് പോയി ഭഗവാനെ. രാജ്യശ്രിയ ഉന്നദ്ധമതസ്യ. അഹങ്കാരം ഇല്ലാതിരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല. രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞ് 4 ആളുകൾ വന്ന് നിൽക്കും. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് പറയാം, ആ ഉറങ്ങി എണീറ്റ മുഖം കണ്ടാൽ ഓക്കാനും വരണമെന്ന് പറയും. രാവിലെ എണീറ്റ് ഇതൊക്കെ പറയും, ചന്ദ്രനെ പോലെ വിളങ്ങുന്നു, എന്തു സുന്ദരം എന്നൊക്കെ. ഇതൊക്കെ വെറുതെ പാട്ടാണ് രാവിലെ. ഇതൊക്കെ ഈ രാജാവ് വിശ്വസിക്കും. വലിയ കഷ്ടമാണ്. വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ പബ്ലിക് പറ്റിച്ച് കളയും. ഇപ്പം ഞങ്ങളൊക്കെ സത്സംഗമൊക്കെ ഇവിടെ പറയുമ്പോൾ നിങ്ങളെ ഒന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. പലരും വന്നിട്ട് സ്വാമിയുടെ പ്രഭാഷണം കേട്ടിട്ടാണ് ഞാൻ ദിവസം ജീവിക്കണത് തന്നെ എന്നൊക്കെ ചിലർ, എല്ലാവരെയും പറയണില്ല കേട്ടോ, ചിലർ വെറുതെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഇന്ന് കേൾക്കണില്ല, അല്ല ഇന്ന് സമയമില്ല നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പം അവർ സ്വതന്ത്രരാണ്, ഫ്രീ ആണ്. അപ്പോൾ പാദാരവിന്ദം. അപ്പോൾ പറയാം, എൻ്റെ കാലം വേസ്റ്റായിപ്പോയി. അപ്പോൾ ഭഗവൻ നിഷ്ഠ വരണമെങ്കിൽ വൈരാഗ്യം വരണം. വൈരാഗ്യം വരണമെങ്കിൽ ഈ ലോകത്തിലുള്ള ഈ ജീവിതവും അതിൻ്റെ വൈഭവങ്ങളും ഒക്കെ അതൊക്കെ ഒന്ന് നല്ലവണ്ണം അളന്നു നോക്കിയിട്ട് അതിൽ വ്യർത്ഥതാബുദ്ധി തോന്നണം. അത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. നിഷ്ഫലോകത മർത്യാത്മബുദ്ധേ സുതദാര കോശഭൂഷു ആസജ്ജമാനസ്യ ദുരന്ത ചിന്തയാണ്. ഭാര്യയാണ്, കുട്ടികളാണ്, സ്വത്താണ്, എൻ്റെ രാജ്യമാണ്, എൻ്റെ ശത്രുവാണെന്നൊക്കെ പറഞ്ഞ് ദുരന്ത ചിന്ത. അതാണ് ലക്ഷണം. നമ്മളുടെ ജീവിതമായിട്ട് നോക്കൂ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ പ്രോബ്ലം? ചിന്ത നിൽക്കണില്ല.
ചിന്തായാശ്ച ചിതായാശ്ച ബിന്ദുമാത്രം വിശേഷണം. ചിന്ത, ചിത. ചിത അറിയാലോ, രണ്ടിനും ഒരു ചിന്ത, ഒരു ബിന്ദുവേ വ്യത്യാസമുള്ളൂ എന്നാണ്. ചിതാദഹതി മൃതം ദേഹം, ചിന്താദഹതി ജീവിതം. ചിത മരിച്ചു കഴിഞ്ഞിട്ടേ ദഹിപ്പിക്കുള്ളൂ. ഈ ചിന്തയുണ്ടല്ലോ, ജീവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉള്ളിലിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും, കത്തിക്കൊണ്ടേയിരിക്കും. ആളുകൾ പലപ്പോഴും അതാണ് കൊച്ചു കൊച്ചു കുട്ടികൾക്ക് സ്കൂളിലെ സൈക്കാട്രിസ്റ്റ്, ചെറിയ ചെറിയ പിള്ളേർക്ക്, ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ വലിയവർ പറയണ കേട്ടു, ഒരുപാട് ടെൻഷൻ എന്നാണ് പറഞ്ഞത്. ഹോംവർക്കും അതും ഇതും സ്കൂളും ഒക്കെ ടെൻഷനാക്കണോ എന്തോ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തകൾ വരെയാണ്. ഈ ശരീരത്തിനെ വെറും മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരം, ഘടകുഢ്യസന്നിഭം എന്ന്, മണ്ണാങ്കട്ട എന്നാണ്. ഇതിനെ ഞാനെന്ന് അഭിമാനിച്ച് ഈ ഭൂമിയിൽ അഭിമാനിയായി അഹങ്കാരിയായി നടന്ന് പ്രവൃദ്ധലോപം വിഷയേഷു ലാലസം, കിട്ടിയതൊന്നും പോരാ, ഈ വിഷയസുഖങ്ങളെല്ലാം അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഭഗവാനെ എൻ്റെ ജീവിതം വ്യർത്ഥമായിട്ട് കടന്നു. സാമന്ത രാജാക്കന്മാരൊക്കെ വന്ന് നമസ്കരിച്ചു. അഭിമാനം കൊണ്ട് ഞാനിതാ നശിച്ചു പോയിരിക്കുന്നു. വീട്ടിൽ പലവിധ സുഖസാമഗ്രികളെ ഉണ്ടാക്കി വെച്ചു, അതൊന്നും സമാധാനം തന്നില്ല. ഞാൻ വലിയ സാമ്രാജ്യാധിപതിയാണെന്ന് പ്രവൃദ്ധതർഷോ അങ്ങനെയൊക്കെ നടന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഭഗവാൻ എനിക്കൊരു അനുഗ്രഹം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാജ്യം എന്നെ വിട്ടുപോയി. ഒരു ആൾ പറഞ്ഞു, സ്വാമി ഈ കുട്ടികളുടെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് വിടണം എന്ന് മാത്രം സ്വാമി ഇനി പറയേ വേണ്ട. എന്താ എന്ന് വെച്ചാൽ, അല്ല അവർ വിട്ടിട്ട് പോകണു, നമ്മൾ സഹിച്ചാൽ മതി എന്നാണ്. നമ്മൾ അറ്റാച്ച്മെൻറ്റ് വിടേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ വയസ്സാകുമ്പോൾ അവരുടെ കാര്യം നോക്കി പറന്നു പോവും. അത് നല്ല കാര്യമാണല്ലോ എന്ന് വെച്ചു, നല്ല രഹസ്യമാണത്. ആർക്കും അവരോട് അറ്റാച്ച്മെൻറ്റ്, ഒക്കെ വൺ വേ ട്രാഫിക്കാണ്. ഇവിടുന്ന് അങ്ങടേക്ക് ആസക്തരായിട്ടിരിക്കും, അവരുടെ പാട്ടിൽ അവരുടെ കുട്ടികളുമായിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ വേറെ കിടന്ന് വിഷമിക്കും. അപ്പോൾ സുതധാര കോശഭൂഷു ആസജ്ജമാനസ്യ എന്ന് പറഞ്ഞല്ലോ, അതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ഓരോന്നായി പോയി. എനിക്ക് സത്സംഗം കിട്ടി. മുചുകുന്ദൻ പറയണത്, ഒരു വശത്ത് വിരക്തിക്ക് വേണ്ട ദുഃഖങ്ങളൊക്കെ ഉണ്ടായി, മറ്റൊരു വശത്ത് ഭഗവാൻ കൃപ ചെയ്തു എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, ജനസ്യ തർഹി അച്യുത സത്സമാഗമ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരേശേ ത്വയി ജായത്തെ മതിഹി. സത്സംഗം കിട്ടിയാൽ മാത്രമേ, ചിലപ്പോൾ ചിലർക്ക് ദുഃഖമുണ്ടായി സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും. സത്സംഗം ഉണ്ടെങ്കിൽ അതേ ദുഃഖത്തിനെ ഭക്തിയായിട്ടോ ജ്ഞാനമായിട്ടോ വൈരാഗ്യമായിട്ടോ ഒക്കെ മാറും. ഈ ദുഃഖം വരുമ്പോഴാണ് ഒരാളുടെ ജീവിതം അധ്യാത്മത്തിലേക്ക് തിരിയണത്. പക്ഷേ സത്സംഗം വേണം. സത്സംഗം ഇല്ലെങ്കിൽ സൂയിസൈഡാണ്. പല വിധത്തിൽ ജനങ്ങൾ സൂയിസൈഡ് ചെയ്യാണ്. കേരളത്തിൽ അത് എക്സ്പേർട്സാണ്. പണ്ടൊക്കെ ഈ മഞ്ഞർലിക്കായോട് അവസാനിക്കും, ഇപ്പം അത് വിധത്തിലാണ്. സത്സംഗം ഉണ്ടെങ്കിൽ ഇതേ സമയം ഇത്ര കണ്ട് എനിക്ക് വേണ്ട, എന്നെ തന്നെ എനിക്കിഷ്ടമല്ല, അതാണല്ലോ ആ അവസ്ഥ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. ആ സമയത്ത് ഭഗവത് ഭക്തി ജ്ഞാനം ഇതൊക്കെ വരുമ്പോൾ, വിരക്തിയൊക്കെ വരുമ്പോൾ നല്ല ഉത്സാഹത്തിൽ അധ്യാത്മത്തിൽ എനർജി ഉണ്ടാവും, ഊർജമുണ്ടാവും. വളരെ പ്രബലമായ ശക്തിയോടുകൂടി അധ്യാത്മത്തിലേക്ക് പോകും. ആർക്കാണോ ലോകത്തിലൊന്നും വേണ്ടാന്ന് തോന്നണത്, ലോകത്തിലുള്ള ഒരു കാര്യത്തോടും ആസക്തി ഇല്ലാത്തത്, അയാൾക്ക് ഭഗവത് ഭക്തി ജ്ഞാനം വൈരാഗ്യം അങ്ങടേക്ക് പ്രബലമായിട്ട് തിരിയും. അപ്പോഴാണ് ഫോഴ്സ് വരിക. നമുക്കൊരു ശക്തി വേണം അധ്യാത്മ സാധനയ്ക്ക്. കുറേ വിഷമിച്ച് ദുഃഖിച്ച് കഴിയുമ്പോൾ ഭഗവത് ഭക്തിയിൽ നല്ല ബലം ഉണ്ടാവും. അതുമാണ് ഭട്ടതിരി പറഞ്ഞത്, ഹേ രോഗാഹ നനു യൂയമേവ സുഹൃത. ഈ രോഗം മാത്രം ഇല്ലെങ്കിൽ എനിക്ക് ഈ ഭക്തിയൊന്നും ഇത്ര പ്രബലമായിട്ട് വരില്ലായിരുന്നു. രോഗം എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ കാര്യമാണ്. മൃത്യു, ആരുടെയെങ്കിലുമൊക്കെ മരണം. പലരും വളരെ സീരിയസ് ആയിട്ട് അധ്യാത്മത്തിലേക്ക് വരണതിന് മുമ്പ് ഒരു ശോകകഥ ഉണ്ടാവും. വളരെ ബലമായി എന്തെങ്കിലുമൊക്കെ ശോകം പുറകുവശത്തുണ്ടാവും. ചിലപ്പോൾ വളരെ പ്രിയപ്പെട്ടവരുടെ മൃത്യു,
ചില അച്ഛനമ്മമാർക്ക് കൺമുമ്പിൽ കുട്ടികൾ മരിക്കണത് കാണേണ്ട മൃത്യുവിൻ്റെ ദുഃഖം, ധനനഷ്ടമൊക്കെ വളരെ ചെറിയ കാര്യമാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ശോകം, ആ ശോകത്തിനോടുകൂടെ വിവേകവും കൂടെ പ്രവർത്തിക്കുമ്പോൾ, ചിലർക്കുണ്ടല്ലോ അവർ ശോകം അനുഭവിക്കേണ്ട, മറ്റുള്ളവരുടെ ശോകം കണ്ടു തന്നെ പഠിക്കും. ദുഃഖാനി ആലോക്യ ജന്തുഷു അലമുദിത വിവേക എന്ന്. അങ്ങനെ വരികയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അത് വരില്ല. അധികവും അവനവനെ അനുഭവിക്കണം. അനുഭവിച്ചു കഴിഞ്ഞാലേ അത്ര കണ്ട് ശോകവും ദുഃഖവും, അതിനാണ് ഭഗവാൻ അത് തരുന്നത്. അത് കഴിയുമ്പോഴാണ് നല്ല വൈരാഗ്യവും ഭക്തിയും ജ്ഞാനനിഷ്ഠയൊക്കെ വരുന്നത്. മമ്മന്യേ മമാനുഗ്രഹ ഈശതേ കൃതഃ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ യഃ പ്രാർത്ഥ്യതേ സാധുഭിഃ ഏകചര്യയാ വനം വിവക്ഷദ്ഭിഃ അഖണ്ഡഭൂമിപൈഃ. നല്ല വിവേകികളായ ചക്രവർത്തികൾ പോലും എപ്പോഴാണ് ഞാൻ ഈ രാജ്യമൊക്കെ വിട്ട് ഏകാന്തമായി വനത്തിൽ പോയി ധ്യാനിച്ച് സമാധിനിഷ്ഠനായിട്ടിരിക്കുക എന്ന് ആശിക്കുന്നവരുണ്ട്. അതുപോലെയുള്ള ആ പരമഹംസചര്യയെ ഞാനും ആശിച്ചു കൊണ്ടിരുന്നു. എനിക്ക് അവിടുന്ന് അനുഗ്രഹം ചെയ്തു. എന്താ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ രാജ്യമൊക്കെ പോയി, എൻ്റെ ബന്ധുക്കളും ഒന്നും ആരും ഇല്ലാതായി തീർന്നു. ഇത് അനുഗ്രഹം എന്നാണ് പറയണത്. നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ ഭഗവാനെ എന്താ എന്നെ ചതിച്ചതെന്ന് ചോദിക്കും. മുചുകുന്ദൻ പറയണു, അത് വന്നതോടുകൂടെ എനിക്ക് സ്വസ്ഥമായി. ഞാനിതാ ഭഗവാന്റെ ചരണാരവിന്ദത്തിനെ ഞാനിതാ ആശ്രയിച്ചിരിക്കണു. എനിക്കിനി വേറെ ഒന്നും വേണ്ട. ന കാമയേന്യം, ഒന്നും ആശിക്കുന്നില്ല. ന കാമയേന്യം തവ പാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യതമാത് വരാൻ വിഭോ. അകിഞ്ചനന്മാരെന്ന പരമഹംസന്മാരെന്നർത്ഥം. ഒരു ആഗ്രഹവും ഇല്ല എന്നാണ്, ഒന്നും വേണ്ട. അവർ പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഭഗവത് പ്രാപ്തി, ഭഗവത് സാക്ഷാത്കാരം, ഭഗവത് ഭജനം എന്നല്ലാതെ ആത്മജ്ഞാനം, വേറെ എന്തെങ്കിലും ആത്മസാക്ഷാത്കാരം എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ജീവൻ മുക്തി, ആ പരമപദമല്ലാതെ വേറെ ഒന്നും മനസ്സിൽ വയ്ക്കണില്ല. അതാണ് അകിഞ്ചനന്മാർ. അവർ ബാക്കിയുള്ളതൊക്കെ വിട്ടിരിക്കുന്നു. ആരാധ്യ കസ്ത്വാം ഹി അപവർഗതം ഹരേ വൃണീത ആര്യോ വരം ആത്മബന്ധനം. അപവർഗപ്രദനായ ഭഗവാനെ കയ്യിൽ കിട്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഈ ആത്മബന്ധനം, തന്നെ തന്നെ കെട്ടാൻ കയറ് വാങ്ങിക്കുന്ന പോലെ ഈ വരം ആരെങ്കിലും ചോദിക്കൂ ഭഗവാനെ. വരദരാജനായ അങ്ങ് മുമ്പിലിരിക്കുമ്പോൾ വരം എന്തിന്? അതുകൊണ്ട് എല്ലാം ഞാനിതാ വിട്ടിരിക്കുന്നു. തസ്മാദ് വിസൃജ്യാശിഷ ഈശ സർവതഃ രജസ്തമസത്വഗുണാനുബന്ധനാഃ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. നല്ല യോഗിയാണല്ലോ. നിരഞ്ജനം, നിർഗുണം, അദ്വയം. നിരഞ്ജനമെന്ന് വെച്ചാൽ കളങ്കലേശമില്ലാത്തത്. നിർഗുണമെന്ന് വെച്ചാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ ബാധയില്ലാത്തത്. അദ്വയമെന്ന് വെച്ചാൽ രണ്ടാമതൊരു വസ്തു ഇല്ലാത്തത്. ജ്ഞപ്തി എന്ന് വെച്ചാൽ കേവല അറിവ് മാത്രമായ ജ്ഞപ്തി, വെറും അറിവ്, ശുദ്ധജ്ഞാനം, സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന ജ്ഞാനസ്വരൂപമായ ആ ശുദ്ധ ചൈതന്യത്തിനെ, ആത്മാവിനെ, ശുദ്ധ സംവിത്തിനെ, സാന്ദ്രാനന്ദ അവബോധത്തിനെ മാത്രം ഞാനിതാ വരിക്കുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ആനന്ദ അവബോധത്തിന് മാത്രം ഞാനിതാ വരിക്കുന്നു. എൻ്റെ ബാക്കിയെല്ലാം ഞാനിതാ ആഗ്രഹങ്ങൾ വിട്ടുകളയുന്നു. ഇത്ര കാലം ഒരുപാട് ബുദ്ധിമുട്ടി. ചിരമിഹ വൃജിനാർത്ഥസ്തപ്യവാനോനുതാപൈഃ അവിതൃഷഡമിത്രഃ അലബ്ധശാന്തി കഥഞ്ചിത് ശരണദസമുപേതഃ ത്വത്പദാബ്ജം പരാത്മൻ അഭയം ഋതം അശോകം പാഹിമാപന്നമീശ. എത്രയോ വിഷമിച്ചു, എത്രയോ ദുഃഖിച്ചു, എന്നിട്ടൊന്നും ഉള്ളിലുള്ള ദാഹമൊന്നും ശമിച്ചില്ല. കണ്ട് കണ്ട് കണ്ണിന് ദണ്ഡം തീർന്നില്ല, കേട്ട് കേട്ട് ചെവിക്കും പശി തീർന്നില്ല, മണത്ത് മണത്ത് മൂക്കിനൊന്നും തൃപ്തി വന്നില്ല, നാവിനൊന്നും തൃപ്തി വന്നില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അവിതൃഷ ഷഡമിത്രഃ. ഇത്രയൊക്കെ വലിയ വലിയ ആളായിട്ട് ജീവിച്ചു, എന്നിട്ടോ അലബ്ധ ശാന്തി, ഉള്ളിൽ ശാന്തിയില്ല. ശരണദ സമുപേതഃ. ശരണ്യനായ ഭഗവാനെ ഞാനിതാ ശരണാഗതി ചെയ്യുന്നു. അഭയം,
ഋതം അശോകം. അഭയം എന്ന് വെച്ചാൽ ഭയമില്ലാത്തത്, ഋതം എന്ന് വെച്ചാൽ സത്യം, അശോകം ശോകമില്ലാത്തതായ ആ നിർവാണ പദത്തിനെ ഞാനിതാ വരിക്കുന്നു എന്ന് പറഞ്ഞു മുച്ചുകുന്ദൻ. ഇങ്ങനെയുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്തുതി ഭഗവാൻ മുച്ചുകുന്ദനെ ആശീർവദിച്ചു. ഈ ജന്മത്തിൽ പ്രാരബ്ധഭോഗം പൂർത്തിയായി അടുത്ത ജന്മത്തിൽ ഭഗവത് പ്രാപ്തി അനുഗ്രഹിച്ചു മുച്ചുകുന്ദന്. ഇത്തരത്തിലുള്ള മുച്ചുകുന്ദ സ്തുതി നമ്മൾ വൈരാഗ്യസ്തുതിയാണത്. നമുക്ക് ഭഗവത് പ്രാപ്തി വേണമെങ്കിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിൽ നിന്നും നമ്മളെ വിക്ഷിപ്തമാക്കുന്നതായ വിഷയങ്ങളിൽ വൈരാഗ്യം വരണം. ആ വൈരാഗ്യത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്തുതി. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ. വൈരാഗ്യം പോലെ സുഖകരമായിട്ടുള്ള ഒന്നില്ല എന്നാണ്. തീവ്ര വിരക്തിയോടുകൂടെ ഭഗവാനെ ധ്യാനിക്കുന്നവന് ഭഗവത് പ്രാപ്തി വളരെ സുലഭം. ഇതാണ് ഈ മുച്ചുകുന്ദ സ്തുതിയുടെ സാരം. ഭാഗവതം തന്നെ ഭക്തി ജ്ഞാന വിരക്തി, ഭക്തിജ്ഞാന വിരാഗാണാം ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ എന്നാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഭാഗവത ശാസ്ത്രം. അതിൽ മുച്ചുകുന്ദ സ്തുതി നമ്മളിന്ന് കണ്ടു. ഇനിയും ധാരാളം രുക്മിണി സ്വയംവരം ഇതൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് കേൾക്കാൻ പോകും. നാളെയും നമുക്കൊരു പ്രഭാഷണമുണ്ട്. നാളെ ഏകാദശ സ്കന്ധത്തിൽ ഏത് ഭാഗമാണോ വരുന്നത് ആ ഭാഗം എടുത്ത് നാളെ പറയും. നാളെ ഇതേ സമയം നാളെ വീണ്ടും കാണാം. വൈകുന്നേരം കോട്ടയത്തൊരു പ്രഭാഷണമുണ്ട് 4 മണിക്ക്, ഗജേന്ദ്രമോക്ഷം. അതിന് പോകണം. വള്ളിയൂർ തിരുമേനിയുടെ ഒരു പാവന സ്മരണയോടുകൂടെ ഇവിടെ നമ്മൾ ഈ ഭാഗവത പ്രഭാഷണം ഗണപതിയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഭാഗവത ഹംസമെന്ന് പറയപ്പെടുന്ന വള്ളിയൂർ തിരുമേനി എങ്ങനെ ഭാഗവതം കേട്ട് രസിക്കും എന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം. അദ്ദേഹം പറയണത് മാത്രമല്ല, ഇത്രയും ആനന്ദമായി രസിച്ച് ശ്രവണം ചെയ്യുന്ന ഒരു പരമഭാഗവതൻ. ആ ഹൃദയമാണ് ഇപ്പോഴും ഇത്രയും പേർക്ക് ഭാഗവത ശ്രവണത്തിനുള്ള സന്ദർഭമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതേ ഭക്തി ശ്രദ്ധയോടുകൂടെ വള്ളിയൂർ പരമേശ്വരൻ തിരുമേനിയും ദിവാകരൻ തിരുമേനിയൊക്കെ ഈ ഭാഗവതം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവിഛിന്നമായി മംഗളമായിട്ട് നടക്കട്ടെ. അവർക്കുള്ള പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങി അവർക്ക് ശാന്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ഒരു ദൈവികമായ ഈ സേതുബന്ധനം, ഇതൊരു സേതുബന്ധനമാണ്. എല്ലാവരും അവരവരെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ ശാസ്ത്രവും നമ്മുടെ സംസ്കാരത്തിനെയും പ്രകാശിപ്പിക്കുകയാണ്. അത് നടക്കട്ടെ എന്ന് നാരായണ സ്മരണപൂർവമായി പറഞ്ഞുകൊണ്ട് ഇവിടെ വാക്കുകളെ നിർത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സത്സംഗത്തിൽ ഒരിക്കലും കൈതട്ടരുത്. നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ അനുമോദനമാണ് കൈത്തട്ടൽ. നമ്മൾ സുഖബ്രഹ്മ മഹർഷി ആണ് വ്യാസപീഠം എന്നൊക്കെയാണ് പറയണത് അല്ലേ. അവിടെ നമ്മൾ അനുമോദിക്കുകയല്ല വേണ്ടത്, നമ്മളത് സ്വീകരിക്കുക വേണ്ടത് നമ്മളുടെ ഹൃദയത്തിലേക്ക്. നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം, ഭാവത്തിൽ വരണം അത്. അതുകൊണ്ട് ഇത് അപ്ലോസ്, ഒരു കുട്ടികൾ പാട്ട് പാടിയാൽ എന്തിനെങ്കിലുമൊക്കെ വേണമെങ്കിൽ അപ്ലോഡാവും. നമുക്കിത് സത്സംഗമാണ്, നമ്മുടെ ഉള്ളിൽ വാങ്ങിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. തുടർന്ന് നമ്മൾ പിന്നെയും കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ
ത്വാം ആത്മനാഥം രമണം ഭജ.